हरे कृष्णा सर्वम कृष्णार्पणमस्तु പ്രഭുപാദ് की जय ഗുരു മഹാരാജ് की जय രാധാ ഭവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഏത് ക്ലാസ്സാണെന്ന് ഞാൻ പറയണോ? തിരുവോണ സ്പെഷ്യലൊന്നുമല്ല കേട്ടോ, ശ്രീമതി രാധാറാണിയുടെ ക്ലാസ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ശ്രീമതി രാധാറാണിയുടെ കഥകൾ കേൾക്കാൻ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമുക്ക് ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ചോദിക്കാനുള്ള അർഹതയും നമ്മുടെ ഈ ജീവിതത്തിലില്ല. എങ്കിലും അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ശ്രീമതി രാധാറാണി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അമ്മയോട് നമ്മൾ അനുവാദം ചോദിക്കുകയാണ്, ഭഗവാനോടും ഗുരുപരമ്പരയോടൊക്കെ അനുവാദം ചോദിക്കുകയാണ്. കാരണം അത്രത്തോളം എനിക്ക് പേടിയാണ് രാധാറാണിയുടെ ക്ലാസ് എടുക്കാൻ. ഹരേ കൃഷ്ണ. കാരണം അതൊരു വേറെ ലെവലാണ്. ഭഗവാനോടാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാം, പക്ഷേ ശ്രീമതി രാധാറാണിയോടുള്ള എന്താ പറയുക, ഒരു ഭയം അത് വളരെ വലുതാണ്. അപ്പം ശ്രീമതി രാധാറാണിയെക്കുറിച്ച് രാധാഷ്ടമിയോടനുബന്ധിച്ച് നമ്മൾ തുടങ്ങി വെച്ച ക്ലാസ്സാണ്. പിന്നെ ഓണത്തിൻ്റെയൊക്കെ കുറച്ച് തിരക്കൊക്കെ ആയപ്പോഴേക്കും ക്ലാസ്സൊക്കെ 1-2 ദിവസം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. എനിവേ നമുക്ക് രാധാറാണിയെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാം അല്ലേ? हरे कृष्णा प्रभु जी, धन्यवाद, प्रणाम. कृष्णा लाइट നോക്കട്ടെ.
ചന്ദനം വെക്കാതെ നടക്കുക. ഇങ്ങോട്ട് വാ, നോക്കട്ടെ. കാണുന്നവിടെ കിടക്കോ? അവിടെ മതി. ഇങ്ങോട്ടേക്ക് കാണുന്നില്ലല്ലോ. വെച്ചോ ചന്ദനം? രാജലക്ഷ്മി അമ്മ ഇല്ല, ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ക്ഷീണം. കസേരയിൽ എഴുന്നേറ്റിരിക്കാൻ പറ. ഇഷ്ടമുണ്ടോ? ഇവിടെ ഒരു പായസക്കള്ളി ഉണ്ട് അല്ല വിഷ്ണു? ഒരു പായസക്കള്ളി ഉണ്ട് ഇവിടെ, പായസക്കള്ളി. പ്രഥമനും പായസക്കള്ളി, പായസക്കള്ളി. പ്രഥമനും ചെറുപയറ് പരിപ്പ് കുറച്ച് മതി, കുറച്ച് മതി.
ഗ്ലാസ്സിൽ ബിന്ദു അമ്മയ്ക്ക് എവിടെ? അത് ശരി. ബിന്ദു അമ്മയ്ക്കോ? ടേസ്റ്റ് നോക്കാം. വിനോദം എനിക്ക് വേണ്ട. നിറച്ചും വേണ്ട, എടുത്തേക്കണ്ട. ബാക്കോർ അതിൽ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് ഒഴിച്ചോ. ഒഴുക്കി വിനോദിനെ കുറച്ച് വെച്ചാൽ മതി. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വടിച്ച് പാത്രത്തിലോട്ടാക്കാം. അതവിടെ മൂടി വെച്ചു. ബാക്കി ബിന്ദുമ്മ കഴിച്ചു. എനിക്ക് കുറച്ച് പായസം തരൂ. എനിക്ക് വേണ്ട, ഞാൻ പായസം കഴിക്കാറില്ല. ജയപ്രകാശ് പ്രഭുവിന് ബിന്ദുമ്മ കഴിക്കേ. പാൽപ്പായസവും ഉണ്ട്, പരിപ്പ് പായസവും ഉണ്ട്. 2 പായസം. പാതാളത്തിലിറങ്ങി കാളഹസ്തിയിൽ. അതെന്തിനാ സ്റ്റീൽ ഗ്ലാസ്? സ്റ്റീൽ ഗ്ലാസ് എന്തിനാ? ഗ്ലാസിന്റെ ഗ്ലാസ്സിൽ ഒഴിച്ചു. എല്ലാവരും ഗ്ലാസിന്റെ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ ബിന്ദു എന്തിനാ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കണം? എല്ലാവരും എന്തിൽ കഴിക്കണം അതിൽ കഴിക്കും. ആ വേർതിരിവ് വേണ്ട കേട്ടോ. ഇഷ്ടമല്ല. വേണ്ട, ബിന്ദുമ്മ കഴിച്ചിട്ടുണ്ട. എനിക്ക് വേണ്ട, ഇഷ്ടമല്ല. പൊടി കഴിച്ച ബിന്ദുമ്മ.
കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. പപ്പടം എടുത്തോ. ഇല വേണം. പപ്പടവും പായസം എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കണം. ഞാൻ കഴിക്കാറില്ല പായസം, ഒന്നും കഴിക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല, ഒരു പായസവും കഴിക്കില്ല. ഗുരുവായൂരമ്പലത്തിൽ പോയാൽ പാൽപ്പായസം കുറച്ച് ആ പ്രസാദം എന്നുള്ള അത്രേ, ബാക്കിയൊക്കെ ഇവർ കഴിക്കും. ഞാൻ പായസം, മധുരമുള്ളൊരു സാധനം കഴിക്കില്ല. മധുര പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ്, പാൽപ്പായസം, അങ്ങനെ നല്ല ഒരു പായസവും കഴിക്കില്ല. ഉണ്ടാക്കും, കഴിക്കില്ല. ശർക്കര വരട്ടി അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. മിഠായി, ചോക്ലേറ്റ്, ഐസ്ക്രീംസ്. ഇന്ന് 2 പായസം ഉണ്ടാക്കി. ഭഗവാനും ഇവിടെ ഇരിക്കുന്ന 3 ആൾക്കാരും ഒക്കെ നന്നായിട്ട് പായസമൊക്കെ കഴിച്ചു. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് രാധാറാണിയുടെ ക്ലാസ് എടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രത്യേകിച്ച് ആശംസിക്കാനൊന്നും വലിയ താല്പര്യമില്ല, കാരണം ഒരു വിഭാഗം ആളുകൾ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ്. ഇവൻ ശ്രുതി അതിനേക്കാളേറെ വേദന അനുഭവിക്കുന്നു. എങ്കിലും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലീലകളാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മളിങ്ങനെ ഈ ദിവസങ്ങളെല്ലാം തരണം ചെയ്യാം, അല്ലേ? അവരുടെ ദുഃഖത്തിലെല്ലാം നമ്മളും പങ്കുചേരുന്നു, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ഇനിയിപ്പം ഓണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തിരുപ്പതിയിൽ എന്താ പറയുക, തിരുപ്പതിയിൽ അന്നദാനം കൊടുക്കാനുള്ള കാര്യങ്ങളായി. നമ്മൾ അങ്ങനെ പോവാം, ആരും പ്രതികരിക്കണ്ട. ചിലവരുടെ സംസ്കാരം അങ്ങനെയാണ്. അതേ മാറിടത്തിലൂടെയാണ് പാല് കുടിച്ചുകൊണ്ട് അയാൾ വളർന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകളെ ആ രീതിയിൽ കാണുന്ന വ്യക്തികളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വിട്ടേക്കൂ. നമുക്ക് വയലൻസ് അല്ല ഇഷ്ടം, സൈലൻസാണ്. ഓക്കെ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആ വഴിക്ക് വിടാം. നമ്മൾ അതേക്കുറിച്ചൊന്നും ഫീൽ ചെയ്യരുത്. ഓൾവേസ് ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ തിരുപ്പതിയിലേക്ക് അന്നദാനം കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനിയും തിരുപ്പതി അന്നദാനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. വൺസ് മാത്രമേ നമ്മൾ കൊടുക്കൂ. നമുക്ക് എപ്പോഴും തിരുപ്പതി പോലെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അന്നദാനം കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു വട്ടം മാത്രമേ നമ്മൾ കൊടുക്കൂ. ഓക്കെ, മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? മഹാബലിയെക്കുറിച്ച് പ്രത്യേകം ഞാനൊരു എക്സ്ട്രാ ക്ലാസ് പറയാത്തത്, അപ്പുറത്ത് ജഗസാക്ഷി പ്രഭു എടുക്കുന്നുണ്ട് ക്ലാസ് മഹാബലിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കും ആ ക്ലാസ് കേൾക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മഹാബലിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാത്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ ആ ക്ലാസ് കേൾക്കുക, അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുക. അദ്ദേഹം ആ ക്ലാസ്സിൽ വ്യക്തമായി മഹാബലി തമ്പുരാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ നമുക്ക് എന്ത് ചെയ്യാം? താങ്ക് യു. ഓണം ആശംസിച്ച് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീമതി രാധാറാണിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്കൊന്ന് ബർസാന വരെ പോയിട്ട് വരാം. എന്ത് പറയുന്നു? ബർസാന വരെ ഒന്ന് പോയിട്ട് വരാം നമുക്ക്. റെഡിയാണോ എല്ലാവരും ബർസാനയിലേക്ക് പോകാൻ? എത്ര പേർക്ക് ഇഷ്ടമാണ് ബർസാന? ബർസാനയുടേത് എവിടെ? നോക്കാം മാതാജി. അയച്ചതെല്ലാം എനിക്ക് കമൻസിലിടാതെ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഇട്ട് തരാം. അപ്പോഴാണ് എനിക്ക് പേരും ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി എല്ലാം എഴുതിയെടുക്കാൻ സാധിക്കുന്നത്. കമൻസിലിട്ടാൽ എനിക്കൊന്നും എഴുതിയെടുക്കാനോ ഓർമ്മയിൽ നിൽക്കുകയോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തരിക.
9342494941. അപ്പോൾ നമുക്ക് ബർസാനയെ കുറിച്ചൊന്ന് പഠിക്കാം. മാക്സിമം നമ്മൾ അറിയുന്നത് എന്താണ്? ബർസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ വീട്, അത്രയും നമുക്കറിയും അല്ലേ. രാധാറാണി ഉണ്ടായിരുന്ന അവതരിച്ച സ്ഥലം, രാധാറാണിയുടെ വീട്, അത് വൃന്ദാവനത്തിലാണ്. ഇത്രയൊക്കെ നമുക്കറിയൂ ബർസാനയെക്കുറിച്ച്. കുറച്ചും കൂടെ ആധികാരികമായിട്ട് നമുക്ക് ബർസാനയെക്കുറിച്ച് അറിയണമെങ്കിൽ അനന്തമായിരിക്കുന്ന ആത്മീയതയാൽ സമ്പുഷ്ടമായിരിക്കുന്ന ക്ഷേത്രം എന്ന് വേണം പറയാൻ. അനന്തമായിരിക്കുന്ന ആത്മീയതയാൽ, ഒരിക്കലും നമുക്ക് വിവരിക്കാനാവാത്ത അത്രയും ആത്മീയത എവിടെയുണ്ട്? ബർസാനയിലുണ്ട്. അത് പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ ബർസാനയെക്കുറിച്ചൊക്കെ അറിയാനൊരു അനുഗ്രഹം പോലും നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ബർസാനയിൽ ആ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 പ്രശസ്തമാണ്, ലോക പ്രശസ്തമാണ് ബർസാന. നമ്മുടെ കേരളക്കാരാണ് അറിയാൻ വൈകിപ്പോയത്. യഥാർത്ഥത്തിൽ ഈ ബർസാന എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീമതി രാധാറാണിയുടെ വീടാണ്. മനസ്സിലായോ? അപ്പോൾ ഗീത ചെന്നൈക്ക് പോയിട്ട് അയക്കണ്ട. ഗീത എനിക്ക് അഡ്രസ്സ് ഇട്ടോളൂ. ഈ വീക്കിൽ തന്നെ നമുക്കത് അയക്കാൻ പറ്റും. അഡ്രസ്സ് ഇട്ട് വെച്ചോളൂ. അപ്പോൾ രാധാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാലോ, രാധാറാണി അവതരിച്ച ദിവസമാണ്. അപ്പോൾ കൃഷ്ണപ്രേമത്താൽ വ്രജഭൂമിയിലെ ജനങ്ങൾ, വ്രജഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനമാണ്. അപ്പം കൃഷ്ണപ്രേമത്താൽ വ്രജഭൂമിയിലെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? സദാ നാവിൽ കൊണ്ട് നടക്കുന്ന ഒരു നാമമാണ് എന്ത്? ലാലി ശ്രീനിവാസൻ മാതാജി ഇട്ടതുപോലെ രാധേ രാധേ. അവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കണമെങ്കിൽ പോലും എന്താ വിളിക്കാം? രാധേ രാധേ എന്നാണ് വിളിക്കുക. അല്ലാതെ ചേച്ചി ചേട്ടാ അങ്ങനെയൊന്നുമല്ല. രാധേ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് അതിന് മറുപടിയായിട്ട് വരും രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ മനോഹരമാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വളരെയധികം കൃഷ്ണപ്രേമം കൊണ്ട് വ്രജഭൂമിയിലെ എല്ലാവരും സദാ നാവിൽ കൊണ്ട് നടക്കുന്ന ഒരു നാമമാണ് രാധേ രാധേ എന്നുള്ളത്. വ്രജമണ്ഡലത്തിലെ രാധാറാണിയുടെ ജന്മഭൂമിയായിരിക്കുന്ന ബർസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിരിക്കുന്ന സർവശക്തന്റെ ദിവ്യശക്തിയായിരിക്കുന്ന രാധാറാണി, പരമമായിരിക്കുന്ന സർവശക്തൻ ആരാണ്? ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ. കൃഷ്ണന്റെ ദിവ്യമായിരിക്കുന്ന ശക്തിയാണെന്ത്? രാധാറാണി എന്ന് പറയുന്നത്. അതൊരു രഹസ്യ ശക്തിയാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രാധാറാണിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിശിഷ്ടമാണ്. നമ്മളുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമാണ് രാധാറാണിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. വ്രജമണ്ഡലത്തിൽ എന്താ പറയുക, ആരാധിക്കപ്പെടുന്ന ഒരേ ഒരു ദേവതയാണ് രാധാറാണി. അതറിയാമോ? അവിടെ മറ്റു ദേവതകളെ ഒന്നും ആരാധിക്കില്ല. രാധാറാണിയെ മാത്രമാണ് വ്രജമണ്ഡലത്തിൽ ആരാധിക്കുന്നത്. ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ ഒരു ചൈതന്യം, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നമ്മൾ പറയില്ലേ പ്രസൻസ് എന്ന് പറയില്ലേ, എന്താ പറയുക അതിന്, ഭഗവാന്റെ ഒരു പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യമല്ല, അദ്ദേഹം അവിടെ ഉണ്ട്. ആ ഒരു പ്രസൻസ് എന്ന വേർഡിന് എനിക്ക് മലയാളത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ അദ്ദേഹം. അതിനെന്താ ഒരു വേർഡ് നമ്മൾ പറയാം? ഭഗവാൻ ശ്രീഹരി രാധാറാണിയുടെ ബർസാനയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്, ഭയങ്കരമായിട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ ഉണ്ട് ആ ബർസാനയിൽ. അപ്പോൾ വ്യാപിയായിരിക്കുകയാണ് ഭഗവാൻ അവിടെ. ആ ക്ഷേത്രം സന്ദർശിക്കുന്ന ഓരോ തീർത്ഥാടകർ ആരായാലും ശരി, ആരാണോ ആ ക്ഷേത്രം സന്ദർശിക്കുന്നത് അവരാരായാലും അനന്തമായിരിക്കുന്ന ഭക്തിയോടുകൂടി രാധാറാണി അനുഗ്രഹിക്കും. ദേവിയുടെ അനുഗ്രഹം ഭയങ്കരമായിട്ടൊരു സാന്നിധ്യം, പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം. യെസ്, ആ സാന്നിധ്യം അവിടെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. സാമീപ്യം, സാന്നിധ്യം. അപ്പോൾ ആ ക്ഷേത്രം ആരാണോ സന്ദർശിക്കുന്നത് അവർക്ക് ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം അങ്ങ് നിറഞ്ഞു ലഭിക്കും, ഭയങ്കരമായ ഭക്തി ലഭിക്കും. രാധാറാണിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയാണ്. ഭഗവാനോട് അടുക്കാനുള്ള ആ ഭക്തി, അതാണ് രാധാറാണി നമുക്ക് തരിക. ശരിക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഭഗവാനോട് നമ്മളങ്ങ് വല്ലാതെ അടുത്തു പോവും. എപ്പോഴും രാധേ രാധേ എന്ന് പറയുന്ന നാമം ആരാണോ ജപിക്കുന്നത് അവരുടെ പിന്നാലെയാണ് കൃഷ്ണൻ. ആ നാമം അത്രയും ഭഗവാൻ അങ്ങോട്ടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ പോകുന്നത് രാധയുടെ പിന്നാലെയാണ്. നമ്മൾ രാധയെന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ തിരിഞ്ഞൊക്കെ ആരാ ആ നാമം ജപിച്ചത്, അവരുടെ പിന്നാലെ കൃഷ്ണൻ വരും. അത്രയ്ക്ക് ശക്തമാണ് ആ നാമം. അതുകൊണ്ട് എല്ലാവരും മഞ്ജരീസിൽ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാലും രാധാ ദേവിയുടെ നാമമുണ്ട്, എങ്കിലും എനിക്ക് രാധേ രാധേ എന്ന് പറഞ്ഞ് കേൾക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവരും ആ ശ്രീമതി രാധാറാണിയുടെ നാമം പറയും. ജയ് ശ്രീ രാധേ രാധേ, രാധേ രാധേ. ആ നാമത്തിലങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ. അപ്പോൾ ആ നാമം ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പോകരുത്. രാധേ രാധേ എന്ന് പറയുന്ന നാമം ജപിച്ചുകൊണ്ടിരിക്കും, കൃഷ്ണൻ സമീപസ്ഥനായിരിക്കും. താങ്ക് യു സോ മച്ച് മനോജ് ചേട്ടാ. അപ്പോൾ ആ ഒരു നാമത്തിൽ കൃഷ്ണൻ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എല്ലാവരും പറയണം രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ. ഈ നാമം നാവിൽ നിന്ന് പോകരുത്. വ്രജമണ്ഡലത്തിൽ എല്ലാവരും അങ്ങനെയാണ്, നമ്മളും അത് തന്നെ ഫോളോ ചെയ്യണം. മനസ്സിലായോ? ലോകം ഇന്നത്തെ ലൈവ് മുഴുവൻ നമ്മൾ രാധേ രാധേ, രാധേ രാധേ. എത്രത്തോളം ആ നാമം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ടിട്ട് ഭഗവാനെ അങ്ങ് കൺഫ്യൂഷൻ ആക്കി കളയണം. ഭഗവാൻ വ്രജമണ്ഡലത്തിൽ ഇരിക്കുമ്പം ഗുരുവായൂർ മഞ്ജരീസിൽ എല്ലാവരും രാധേ രാധേ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഞാൻ ഓടി ഗുരുവായൂർ മഞ്ജരീസിൽ എത്തട്ടെ. അങ്ങനെ ഭഗവാൻ ഓടി എത്തണം നമ്മളുടെ അടുത്തേക്ക്. മനസ്സിലാവുന്നുണ്ട്? നമ്മളൊരു സമ്പത്തിൻ്റെയും ഒരു പ്രശസ്തിയുടെയും ഒരു പേരിൻ്റെയും പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് രാധയുടെ പിന്നാലെയാണ്. രാധേ രാധേ എന്ന നാമത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഏറ്റവും ആദരണീയമായിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് വ്രജമണ്ഡലത്തിലെ ബർസാന എന്ന് പറയുന്നത്. ശ്രീമതി രാധാറാണിയുടെ ജന്മനാടായതും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു പ്ലേസാണത്. അത് അവിടെ പോയവർക്കേ അത് മനസ്സിലാവും. അവിടുത്തെ ആളുകൾ മുഴുവൻ വേറൊരു മൈൻഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. രാധാറാണിയുടെ നാമത്തിൽ, ഠാക്കൂർജിയുടെ നാമത്തിൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത്. വയലൻസ് കുറവാണ്. അതിൽ നിന്ന് പുറത്തു വന്ന വ്യക്തികൾക്ക് കുറച്ച് വയലൻസ് ഉണ്ടാവും. അമ്മ പോയിട്ടുണ്ട് അല്ലേ, കുറച്ച് വയലൻസ് ഉണ്ടാവും. അതർവൈസ് ബാക്കി എല്ലാവരും ആ നാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വെറുതെ എങ്കിലും അവർ നടന്നു പോകുമ്പോൾ രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഒരു ആയുസ് മുഴുവൻ അവർ ശ്രീമതി രാധാറാണിയുടെ നാമം പറഞ്ഞുകൊണ്ടേ പോവാണ്. തീർത്ഥാടകർക്ക് മാത്രമല്ല അവിടെ പോകാനുള്ള അനുമതി ഉള്ളത്, ആത്മീയമായിട്ട് ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള, ആത്മീയത ഉള്ളിൽ സൂക്ഷിക്കുന്ന ആർക്കും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബർസാന എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ പറയുക, ലാഡ്ലി എന്നാണ് വിളിക്കുന്നത്. ശ്രീമതി രാധാറാണിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ലാഡ്ലി. മനസ്സിലായോ? ഓക്കെ അമ്മ. അപ്പം ലാഡ്ലി എന്നാണ് അവിടെ ശ്രീമതി രാധാറാണിയെ നമ്മൾ വിളിക്കുന്നത്. ലാൽജി അല്ലെങ്കിൽ ശ്രീജി എന്നൊക്കെ പറയുന്നത് ശ്രീമതി രാധാറാണിയെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചില സമയത്ത് ആളുകൾ പറയും ശ്രീജി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീജി ടെമ്പിൾ, ലാഡ്ലി ടെമ്പിൾ, ലാൽജി ടെമ്പിൾ, ഇതൊക്കെ പറയുന്നത് നമ്മുടെ ബർസാനയാണ് എന്ന് നമ്മൾ ആലോചിക്കണം, മനസ്സിലാക്കി വെക്കണം. ശ്രീജി, ലാൽജി, ലാഡ്ലി ഇതൊക്കെ ശ്രീമതി രാധാറാണിയുടെ നാമങ്ങളാണ്. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ മോനെ അമ്മക്കുടു എന്ന് വിളിക്കാറുണ്ട്. അവൻ ജനിച്ച് ലേബർ റൂമിൽ നിന്ന് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ എൻ്റെ നാവിൽ വന്ന പേരാണ് അമ്മക്കുടു. ആ പേര് ഞാൻ ഇന്നും വിളിക്കാറുണ്ട്. അതെവിടെ നിന്ന് എൻ്റെ നാവിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും വിളിക്കും, അമ്മക്കുടു എന്ന് വിളിക്കാറുണ്ട്. അപ്പം അതേപോലെ അവനെ അപ്പൂന്ന് വിളിക്കാറുണ്ട്, കണ്ണാന്ന് വിളിക്കാറുണ്ട്, കുഞ്ഞാന്ന് വിളിക്കാറുണ്ട്. എൻ്റെ അമ്മ വിളിക്കും അച്യുതാന്ന് വിളിക്കും, അവനെ അച്യുതാന്ന് വിളിക്കും. അപ്പം മൊത്തത്തിൽ ഒരു കൃഷ്ണനാമങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതേപോലെ നമ്മൾ ഓമനിച്ച് നമ്മൾ എന്താ പറയുക വിളിക്കുന്നത് പോലെ, നമ്മുടെ മക്കളെ വിളിക്കുന്നത് പോലെ രാധാറാണിയെ വിളിക്കുന്ന പേരാണ് ശ്രീജി, ലാൽജി, ലാഡ്ലി എന്നുള്ള നാമങ്ങൾ. അപ്പോൾ ഈ നാമങ്ങളിലെല്ലാം ശ്രീമതി രാധാറാണി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ലാഡ്ലി എന്ന് പറഞ്ഞാൽ പൊന്നുമോള്. അപ്പം അതുകൊണ്ട് നമ്മളും വിളിക്കണം ശ്രീമതി രാധാറാണിയെ ലാഡ്ലി എന്ന് വിളിക്കണം, ശ്രീജി എന്ന് വിളിക്കണം. മനസ്സിലായോ? ഭാനുഗർ കുന്നിൽ, ആ കുന്നിൻ്റെ പേരാണ് ഭാനുഗർ. ഭാനുഗർ എന്ന് പറയുന്ന കുന്നിലാണ് ഈ ബർസാന എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ക്ഷേത്രം അവിടെയുണ്ട്. ക്ഷേത്രം മീൻസ് ആ ഒരു കൊട്ടാരം അത്രത്തോളം പഴക്കമുണ്ട്. അതായത് ഭഗവാന്റെ കാലത്തോളം, ഭഗവാൻ
ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്ന കാലം നമ്മളെല്ലാവരും എല്ലാ വർഷം കഴിയുമ്പോഴും 5000 തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 5000 തന്നെ കേട്ടു, അതിൻ്റെ മുമ്പത്തെ വർഷം 5000 എന്ന് കേട്ടു, ഈ വർഷം 5000 എന്ന് കേൾക്കുന്നു. അപ്പം നമുക്കൊരു കറക്റ്റ് അറിയില്ല ഇത് എത്ര വർഷമാണെന്ന് നമുക്കറിയില്ല. അപ്പം അത്രത്തോളം വർഷം തന്നെ ബർസാനയ്ക്കും പഴക്കമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ശ്രീമതി രാധാറാണിയുടെ അച്ഛൻ്റെ പേര് എല്ലാവർക്കും അറിയാം അല്ലേ, വൃഷഭാനു എന്നാണ്. അപ്പോൾ ആ പേരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭാനുകർ, വൃഷഭാനു എന്ന ആ പേരിൽ നിന്നാണ് എന്താണ് മാറി അമറിൻ്റെ പനി കുറച്ച് മാറി വരുന്നു തോന്നുന്നു. അപ്പോൾ ആ പേരിൽ നിന്നാണ് ബർസാനയുടെ ആ ഒരു പേര് പോലും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശ്രീമതി രാധാറാണിയുടെ അച്ഛൻ്റെ പേരാണ് എന്ത്? വൃഷഭാനു. അപ്പം ഭാനുകർ എന്ന് പറയുന്ന കുന്ന്, വൃഷഭാനു എന്ന് പറയുന്ന ആ നാമം, അതിൽ നിന്നാണ് ആ ഒരു കുന്നിന് ഈ പേര് വന്നത് എന്ന് പോലും അങ്ങനെ ഒരു ഹിസ്റ്ററി പോലും ഉണ്ട്. അപ്പോൾ രാധാകൃഷ്ണന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്നതിനാൽ ബർസാന എന്ന് പറയുന്ന ക്ഷേത്രം ലോകമെമ്പാടും പ്രശസ്തമാണ്. അതുപോലെ ശ്രീമതി രാധാറാണി ജനിച്ചിട്ട് രാധാറാണിയുടെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച സ്ഥലമാണ് ഈ ബർസാന എന്ന് പറയുന്നത്. ബർസാനയിലാണ് സാക്ഷാൽ നമ്മുടെ കള്ളക്കണ്ണൻ ശ്രീമതി രാധാറാണിയെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. ബർസാനയിലാണ് വന്നിരുന്നത്. അതിൻ്റെ അകത്തൊന്ന് കയറാൻ ഭഗവാൻ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പണിപ്പെട്ടിട്ടുണ്ട് ബർസാനയിലോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതൊക്കെ വലിയ വലിയ കഥകളാണ്. ലളിത സഖിയുടെയും വിശാഖ സഖിയുടെയും ഒക്കെ കുറേ കഥകളുണ്ട് അതിൻ്റെ ഇടയിൽ. അതൊക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. ബ്രജമണ്ഡലത്തിലാണ് ഈ ബർസാന സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണവും ഇത് തന്നെയാണ്. ബർസാനയിലെ നമ്മുടെ രാധാറാണിയുടെ ആ ഒരു കൊട്ടാരം തന്നെയാണ്. മധുര, വൃന്ദാവനം, ഗോവർദ്ധൻ, കുരുക്ഷേത്ര, ദ്വാരക, അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മധുരയിൽ നിന്ന് ഏതാണ്ട് 52 കിലോമീറ്ററും ഡൽഹിയിൽ നിന്നൊരു 120 കിലോമീറ്ററും ദൂരെയാണ് ഈ വൃഷഭാനുപൂർ എന്ന് പറയുന്ന ബർസാന എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതൊരു ഗ്രാമം തന്നെയാണ്. വൃഷഭാനുപൂർ എന്ന് പറയുന്ന ഒരു ബർസാന ഗ്രാമം ഡൽഹിയിൽ നിന്ന് 120 കിലോമീറ്ററും മധുരയിൽ നിന്ന് 52 കിലോമീറ്ററുമാണ് ഈ ബർസാനയിലേക്കുള്ളത്. ഓക്കെ. കരുണയുടെ പരമോന്നതമാണ് ശ്രീമതി രാധാറാണി. കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥമുണ്ടെങ്കിൽ അത് ശ്രീമതി രാധാറാണി. കാരുണ്യം നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ് ശ്രീമതി രാധാറാണിയിൽ. കരുണയുടെ ഒരു സിമിലിയർ വേർഡ് തപ്പിക്കഴിഞ്ഞാൽ അത് ശ്രീമതി രാധാറാണിയാണ്. ഒരു പക്ഷേ കൃഷ്ണൻ അത്രയ്ക്ക് ഉണ്ടാവില്ല, പക്ഷെ ശ്രീമതി രാധാറാണി അത് കരുണ എന്ന് പറഞ്ഞ രാധാറാണിയാണ്, ഒരു തർക്കവും ഇല്ല. അപ്പോൾ ശ്രീ വൃന്ദാവനേശ്വരിയുടെ ശ്രീമതി രാധാറാണിയുടെ നിത്യഭവനമായിരിക്കുന്ന ഈ ബർസാനയ്ക്ക് ചുറ്റും 8 സഖിമാരുടെയും ഗ്രാമങ്ങളുണ്ട്. അതറിയാമോ? 8 സഖിമാർ, അഷ്ടസഖിമാർ എന്ന് നമ്മൾ പറയാറില്ലേ, ഈ അഷ്ടസഖിമാരുടെയും ഗ്രാമം ബർസാനയ്ക്ക് ചുറ്റുമുണ്ട്. അതറിയായിരുന്നോ? എത്ര പേർക്കറിയാം? സാധിച്ചാൽ മഞ്ജരീസിലൂടെ നമ്മൾ ആ അഷ്ടസഖിമാരുടെ ഗ്രാമവും വൃന്ദാവന യാത്രയിലൊന്ന് വിസിറ്റ് ചെയ്യാം അല്ലേ. അഷ്ടസഖിമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും നമ്മൾ അത്ര വഴിയകലം പോകുന്നു. നമ്മുടെ യാത്ര നേരെ ജഗന്നാഥ്പുരി, അവിടെ നിന്ന് വൃന്ദാവനം. അപ്പോൾ ഈ അഷ്ടസഖിമാരുടെ ഗ്രാമവും കൂടി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കുറച്ച് ആ ഒരു ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ്. അവിടെ ആ 8 ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംക്രിഘോർ അതൊരു ഗ്രാമം, പിലിപ് ഭോഗർ അത് 2ാമത്തെ ഗ്രാമം, കൃഷ്ണകുണ്ഡ അത് 3ാമത്തെ ഗ്രാമം, മോർകുടി 4ാമത്തത്. അങ്ങനെ 8 ഗ്രാമങ്ങളും അവിടെയുണ്ട് എന്നുള്ളതാണ്. അഷ്ടസഖിമാരുടെ 8 ഗ്രാമങ്ങളും അവിടെയുണ്ട്. വൃഷഭാനു മഹാരാജാവിൻ്റെ കൊട്ടാരവും ലാഡ്ലിലാൽ ക്ഷേത്രവും എല്ലാം ഈ ധാമത്തിലുണ്ട്. നമുക്ക് ആ 8 ഗ്രാമങ്ങളും ഒന്ന് പോയി നോക്കണം. എന്തൊക്കെയാ അവസ്ഥ എന്നൊന്നും അറിയാലോ അല്ലേ. അവിടേക്ക് ഒന്ന് കാലുകുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹം അല്ലേ. അപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും അങ്ങ് മോഷ്ടിച്ച് കളയും ഭഗവാൻ. എല്ലാ ബന്ധങ്ങളെയും മോഷ്ടിച്ച് കളയും. ഭഗവാനുമായി അടുക്കും തോറും എന്താ സംഭവിക്കാന്നറിയും? നമ്മുടെ നല്ല നല്ല ബന്ധങ്ങളെല്ലാം ഡിസ്കണക്റ്റ് ആവും. അതായത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, നമ്മുടെ കണ്ണിൽ നല്ല ബന്ധങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ബന്ധങ്ങളെല്ലാം ഡിസ്കണക്റ്റ് ആവും. കാരണം എന്താ? അതൊന്നും നമ്മൾക്ക് നല്ലതല്ല എന്ന് ഭഗവാൻ ആഴത്തിലിറങ്ങി ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ കൃഷ്ണനെ ആരാധിച്ച് പോണേ തീർത്തും നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നത് കാണാം.
നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിരുന്ന, വളരെ നമ്മളങ്ങോട്ട് ലൈഫിൽ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ വെച്ചിരുന്ന ബന്ധങ്ങൾ പോലും നമുക്ക് നഷ്ടപ്പെടും. നിസാരം കാര്യങ്ങൾക്ക് നഷ്ടപ്പെടും. അതെന്താ സംഭവം എന്നറിയോ? ഭഗവാൻ അത് മാറ്റുകയാണ്. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവർ നമ്മൾക്കെതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഭഗവാൻ ക്ഷമിക്കില്ല. അതാരായാലും ശരി, ഭഗവാൻ മാറ്റും. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ ഉന്നതങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര വലിയ നിലയിലുള്ള വ്യക്തിയാണെങ്കിലും, അവർക്കുള്ളിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഭഗവാൻ നമ്മളെ ഇങ്ങനെ വേറൊരു ഓരത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മളെ വിട്ടു പോയാലും സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഫീൽ ചെയ്യുന്നത്? ഭഗവാൻ ദുര്യോധനനോട് ചോദിച്ചതുപോലെ നാരായണനെ വേണോ നാരായണ സേന വേണോ എന്ന് ചോദിച്ചപ്പം നാരായണ സേനയാണല്ലോ വലുതെന്ന് ഓർത്തുകൊണ്ട് ദേഷ്കുണ്ടോ? നാരായണ സേനയാണല്ലോ വലുതെന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം നാരായണ സേന പറഞ്ഞു. പക്ഷെ നാരായണനാണ് ഇതിന് അടിസ്ഥാനം എന്നുള്ള കാര്യം മറന്നുപോയി. അപ്പം അതേപോലെ ഭഗവാൻ നമ്മളിൽ നിന്ന് എല്ലാ ബന്ധങ്ങളെയും മാറ്റിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു പിടുത്തോണ്ട് നമ്മളെ അങ്ങ് ചേർത്തങ്ങ് പിടിച്ചിട്ട് ഭഗവാൻ പറയും, ഒന്നും വേണ്ട, ഞാനുണ്ട്. നമുക്കത് മതി. താങ്ക് യു അച്ഛാ. നമുക്കതൊക്കെ മതി. ഇതിൽ കൂടുതൽ എന്താണ്? നിനക്ക് എന്താ വേണ്ടേ? ഭക്ഷണോ? ഞാൻ തരാം. നിനക്ക് എന്താ വേണ്ടേ? വസ്ത്രോ? ഞാൻ തരാം. സ്നേഹം വേണോ? ഞാൻ തരാം. കൂട്ടുകൂടണോ? കളിക്കണോ? ചിരിക്കണോ? നിനക്ക് സമാധാനമായി കിടന്നുറങ്ങണോ? ഭാരങ്ങളില്ലാതെ ജീവിക്കണോ? ഞാൻ തരാം. ഞാൻ കൃഷ്ണനാണ്, ഞാൻ തരാം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ആ മാറിടത്തിൽ ചാഞ്ഞു കിടന്നിട്ട് നഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ആ മാറിടത്തിന്റെ ചൂട് പറ്റി അങ്ങനെ കിടക്കണം. ഒരമ്മയുടെ നെഞ്ചോട് ചേർന്ന് ഒരു കുഞ്ഞ് എങ്ങനെ കിടക്കുമോ അതേപോലെ കിടക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും രണ്ട് സൈഡിൽ ഇരുന്ന്, ഇപ്പം അച്ഛൻ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്, അമ്മ വിളമ്പി തരികയാണെങ്കിൽ അതിനേക്കാൾ ഒരു ആനന്ദം വേറെ ഇല്ല. ഞാൻ 2-3 ദിവസം മുമ്പേ പോലും അത് അനുഭവിച്ചതാണ്. അതിലും വലിയൊരു ആനന്ദം, സന്തോഷം നമ്മൾ അറിയാതെ അങ്ങ് ഭക്ഷണം കഴിച്ചു പോവും. ആ രുചി ഒരു വല്ലാത്ത രുചിയാണ്, പറയാൻ പറ്റാത്തൊരു രുചിയാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. കാരണം അതിൽ അത്രയും സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്, നമ്മളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, അല്ലേ? നമ്മൾ നോൺ വെജ് കഴിക്കാത്തത് എന്താണ്? ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും കഴിക്കാത്തത് നമ്മുടെ ബോധത്തെയാണ് അത് ബാധിക്കുന്നത്. ബോധമണ്ഡലത്തെ അത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതേപോലെ നമ്മുടെ അച്ഛനും അമ്മയും തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോധത്തെയാണ് അത് കണക്റ്റ് ആവുന്നത്. ആ ബോധത്തിൽ അത് കണക്റ്റ് ആവുമ്പം ആ രുചി എന്ന് പറഞ്ഞാൽ വല്ലാത്ത രുചിയാണ്. ഞാൻ എന്നെ മറന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട്. അതെൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം. അവരപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ലിമിറ്റില്ല. വിഷ്ണു കണ്ടതാണ് അല്ലേ? വിഷ്ണു അമ്മ വിളമ്പി തരുന്നു, അച്ഛൻ അപ്പുറത്തിരിക്കുന്നു. എന്തോരം ചോറ് ഞാനുണ്ടെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ. അവസാനം അമ്മ ഉണ്ടാക്കിയ പാവയ്ക്ക വറുത്തതിൻ്റെ അകത്ത് ആ പാത്രത്തിലും കൂടെ ചോറിട്ട് ഞാനങ്ങ് പഠിച്ചങ്ങോട്ട് തിന്നു. അപ്പം ആ ഒരു ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബോധമാണ്. നമ്മളെ അങ്ങ് ആനന്ദത്തിലേക്ക് ആറാടിപ്പിച്ച് കളയും, അല്ലേ? അപ്പോൾ അതേപോലെ അതേ ഫീലിംഗ് ആണ് നമ്മൾ ഭഗവാനോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നഷ്ടങ്ങൾ എത്രയും ഉണ്ടായിക്കോട്ടെ, നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. വിട്ട് കളയണം. പോകുന്ന അങ്ങോട്ട് പോട്ടേന്നേ ഇരിക്കണം. ആര് പോയാലെന്താ? ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ ഒരു ധർമ്മമാണ്, ധാർമ്മികതയിലൂടെയാണ് പോകുന്നതെങ്കിൽ 999 വാതിലടഞ്ഞാലും ഭഗവാൻ ഒരു വാതിലങ്ങ് തുറക്കും. അതാണ് യഥാർത്ഥ വാതിൽ. ബാക്കിയൊക്കെ നമ്മൾ മുട്ടി 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 കഷ്ടപ്പെടണം, ഇല്ലേ? സവാള ഉള്ളിയും കഴിക്കാൻ പാടില്ല, വെളുത്തുള്ളിയും കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ അങ്ങ് ചേർത്തങ്ങോട്ട് പിടിക്കുക. അതെങ്ങനെ പിടിക്കണം? രാധേ 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 ജപിച്ചുകൊണ്ടേ ഇരിക്കൂ. രാധേ 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 രാധേ. ഈ നാമം അങ്ങ് നാവിൽ നിന്ന് പോണ്ട. അങ്ങനെ അങ്ങ് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, സാരമില്ല ജയന്തി മാതാജി, സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമ്മുടെ കൂടെ ഇല്ലേ? മാതാജിയുടെ അച്ഛനും അമ്മയും ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പം മാതാജി കുറച്ചും കൂടി ലക്കിയായി. ഭഗവാനും അച്ഛനും അമ്മയും എല്ലാം ഒരുമിച്ചാണ് മാതാജിയുടെ കൂടെ. ഇപ്പം എനിക്കെൻ്റെ അച്ഛനെയും അമ്മനെയും കാണാൻ കുറച്ച് യാത്രയുണ്ട്, എന്നാലേ കാണാൻ പറ്റും. പക്ഷെ അതുപോലും മാതാജിക്ക് വേണ്ട. ഭഗവാൻ കൊണ്ടുവന്ന് അടുത്തിരുത്തിയിരിക്കുകയല്ലേ, ഫീൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ആ രാധയുടെ നാമത്തിൽ
നിറഞ്ഞിരിക്കുന്ന കൃഷ്ണനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം? രാധേ 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 രാധേ. ഈ നാമം നാവിലൊരു എന്താ പറയുക നിത്യോച്ചാരണമാക്കി മാറ്റൂ. ഭഗവാൻ കൂടെ വന്നിരിക്കും. അതെ, എല്ലാം ഭഗവാന്റെ കൃപയാണ്. എന്ത് തരണം, കിട്ടണം, അതൊക്കെ ഭഗവാൻ നേരത്തെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഞാൻ പറയാറില്ലേ ക്ലാസ്സിൽ, എല്ലാ നദിയും പല വഴികളിലൂടെ ഒഴുകി 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 സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് അവസാനം ഭഗവാനിലേക്ക് എത്തും. അതേപോലെ ഭഗവാൻ നമ്മളിങ്ങനെ പല വഴികളിലൂടെ കൊണ്ടുപോയി ഇങ്ങനെ ഭഗവാൻ അറിയാം എവിടെ കൊണ്ട് നിർത്തണമെന്ന്. എത്ര നമുക്ക് ചില അച്ഛനമ്മമാരോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. എന്താ പറയുക, മുജ്ജന്മ ബന്ധമാണോ എന്നൊക്കെ തോന്നിപ്പോവും. തീർത്തും അതെ. ഏതെങ്കിലും ജന്മത്തിൽ ഇപ്പം നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചു പോവുക ഏതെങ്കിലും ജന്മത്തിൽ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി അങ്ങ് ആ ജന്മത്തിൽ അവരുടെ ആ കുട്ടി മരിച്ചു പോവുക. ആ വേദനയോടുകൂടി അവരങ്ങ് കുറേ ആ ജന്മം മുഴുവൻ ജീവിച്ച് തീർക്കുന്നു. ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി ഏതെങ്കിലും ജന്മത്തിൽ. പിന്നെ ഒരു ജന്മം മുഴുവൻ അവരത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അവരുടെ മകളായി അല്ലെങ്കിൽ മകനായി വരാൻ അവർ വീണ്ടും പുനർജനിക്കും. ഈ ഭൂമിയിൽ തീർത്തും പുനർജനിക്കും. അവർ പുനർജനിച്ച് ആ കുട്ടി അവരുടെ അച്ഛനോ ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവരെത്തും. ഏത് വഴികളിലൂടെ യാത്ര ചെയ്താലും അവരെത്തും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുറേ വ്യക്തിബന്ധങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ നമ്മൾക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സാരല്ലേ മോനപ്രഭു, ധൈര്യമായിട്ടിരിക്കുവാണ്. അവരൊക്കെ ഭഗവാന്റെ അടുത്തുണ്ട്. നമുക്കും പോകണം ടിക്കറ്റ് എടുത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ കൃഷ്ണൻ നമ്മുടെ എല്ലാ ബന്ധങ്ങളും മോഷ്ടിക്കുകയും ആത്യന്തികമായി നമ്മുടെ ഹൃദയം മോഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാ ബന്ധവും പോയി കഴിഞ്ഞാൽ കൃഷ്ണ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരുമില്ല ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഹൃദയം അങ്ങ് മോഷ്ടിക്കും. ആരാ പറഞ്ഞേ ആരുമില്ലാന്ന്? അതങ്ങ് തന്നോളൂ ആ ഹൃദയം എന്ന് പറഞ്ഞ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ഹൃദയം അങ്ങ് മോഷ്ടിക്കും. പിന്നെ നമ്മൾ ജീവിക്കുന്നതെല്ലാം ഭഗവാന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഫീലാണ്, വല്ലാത്തൊരു ആനന്ദമാണ് അച്ഛനമ്മ. അപ്പോൾ എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ തന്ന ഏറ്റവും വലിയ നിധിയാണത്. ഭയങ്കര ലവിങ്, ഭയങ്കര കെയറിങ്, ഓരോ സെക്കൻഡ്സും. അതൊക്കെ നമുക്ക് ഈശ്വരനോട് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരാത്ത. എൻ്റെ ക്ലാസ്സുകൾ പോലും ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ ഓരോ കുഞ്ഞു 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 മിസ്റ്റേക്കുകളും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരിക. എൻ്റെ ഒരു കോളിന് ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്ക് ഉണ്ടോ 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 എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. എപ്പോൾ കാണുമ്പോഴും പൈസ ഉണ്ടോ കയ്യിൽ, എന്തേലും വേണോ, എന്താ ചെയ്യുന്നത്, എവിടെ പോകുന്നു, എവിടെ എത്തി. യാത്ര ചെയ്യുമ്പോഴും ഞാൻ എത്താതെ അമ്മ ഉറങ്ങില്ല, ഞാൻ എത്തി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാലേ ഉറങ്ങത്തുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു പാരൻസ്, അവരെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് നമുക്ക്. ഒരിക്കലും അതൊന്നും ഒരു എന്താ പറയുക പകരം വെക്കാനില്ലാത്ത ബന്ധങ്ങളാണ് അതൊക്കെ. അപ്പം അത് തന്നെയാണ് നമ്മുടെ പ്രചോദനവും, അല്ലേ? ഇന്നിപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്കും എടുത്തു കൊടുത്ത ഓണക്കോടി ഇട്ട് അവർ ഫോട്ടോ അയച്ചപ്പം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര മണിക്കൂർ ഗുരുവായൂരപ്പൻ സത്യം ഞാൻ നോക്കിയിരുന്നെന്ന്. എത്ര നേരം ഞാൻ എന്തൊരു ഭംഗിയാ കാണാൻ, എത്ര രസമായിരിക്കും, എത്ര മനോഹാരിതയുണ്ട്. അവരാ ഫോട്ടോയിൽ അവരങ്ങനെ 3-4 ഫോട്ടോസ് എടുത്ത് എനിക്ക് അയച്ചപ്പോഴത്തേക്കും എന്തോരം ഭംഗിയാണ് അവരെ കാണാൻ. ഞാനിങ്ങനെ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ആ ഒരു സൗന്ദര്യം. നമ്മുടെ ചുറ്റുമുള്ള പല പല സൗന്ദര്യത്തെക്കാൾ കൂടുതൽ മനോഹാരിതയുണ്ട് അവരുടെ ആ 2 പേരുടെയും ആ ഒരു സൗന്ദര്യം. ശരിക്കും എന്താ പറയുക, ലക്ഷ്മി നാരായണനെ പോലെ എന്നൊക്കെ ഞാനിവിടുന്ന് പറഞ്ഞു, അല്ലേ ബിന്ദുമ്മ? അത്രയും മനോഹാരിതയുണ്ട്. അപ്പം നമ്മൾ അത് ഹൃദയം കൊണ്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും, എൻ്റെ കണ്ണ് നിറയും. കാരണം എൻ്റെ ഭയങ്കര വീക്ക് പോയിൻ്റാണത്. അച്ഛനമ്മ എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ്സാണ്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് അവരുടെ കാര്യത്തിൽ. അമ്മയെ ഞാൻ നന്നായി വഴക്ക് പറയട്ടോ, കുട്ടി കുട്ടി കാര്യങ്ങൾക്കെല്ലാം വലിയ എസ്സേ അങ്ങോട്ട് എഴുതി അയക്കും. ഞാൻ പറയും അമ്മ മിണ്ടായിരിക്കും, ഇവിടെ 100 കൂട്ടം പണീൻ്റെ ഇടയിൽ അമ്മയുടെ കുറേ എസ്സേ, അമ്മയ്ക്ക് എന്താ അമ്മ മിണ്ടായിരിക്കും അമ്മേ, കുറച്ച് നേരം അമ്മ എനിക്ക് സൂര്യന്നൊക്കെ പറയും. ഒരു അരമണിക്കൂറൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അരമണിക്കൂർ കൃത്യം കഴിഞ്ഞാൽ അമ്മു
അമ്മ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ല, അമ്മുവിൻ്റെ ഓട്ടം അറിയാം, അമ്മുവിൻ്റെ ടെൻഷൻ അറിയാം. എന്നാലും അമ്മ അങ്ങനെ ആയിപ്പോയി. എനിക്ക് ചിരിയും വരും, കരച്ചിലും വരും. അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അച്ഛൻ്റെ വക ഒരു മെസ്സേജ് ഉണ്ട്. അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് സങ്കടമായി. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ നോക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുമ്പോൾ നോക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോൾ എവിടെയാണ്, മോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോകുക. ആ കഥകൾ വല്ലാത്തൊരു കഥയാണ്. മഹാഭാരതം മതിയാവില്ല. അപ്പം എനിവേ അതൊക്കെ പോട്ടെ. കൃഷ്ണൻ നമ്മുടെ എല്ലാ ബന്ധങ്ങളും മോഷ്ടിച്ചെടുക്കുന്നു, നമ്മുടെ ഹൃദയം മോഷ്ടിച്ചെടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഗോപികമാരുടെ വെണ്ണ പോലെയുള്ള ഹൃദയവും അദ്ദേഹം തന്നെയാണ് മോഷ്ടിച്ചെടുക്കുന്നത്. ഗോപികമാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ കുറച്ചും കൂടെ കട്ടി ഹൃദയമാണ്. പക്ഷേ ഗോപികമാരുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെണ്ണ പോലത്തെ ഹൃദയമാണ്. കൃഷ്ണ എന്ന് തീർത്തും പറയണ്ട, അപ്പോഴേക്കും അതിലങ്ങ് പോവും. അതാണ് ഗോപികമാരുടെ ഹൃദയം. ആ ഹൃദയം പോലും ഈ കള്ളക്കണ്ണൻ അങ്ങ് മോഷ്ടിച്ചെടുക്കുകയാണ്. പക്ഷേ ശ്രീമതി രാധാറാണി ആരുടെ ഹൃദയം മോഷ്ടിക്കുന്നു? കൃഷ്ണന്റെ ഹൃദയം മോഷ്ടിക്കുന്നു. കാരണം അത്രയും സൗന്ദര്യമുണ്ട്, അത്രയും പൂർണ്ണതയുണ്ട്, ഭക്തിയുണ്ട്, ലാളിത്യമുണ്ട്, കാരുണ്യമുണ്ട് രാധാറാണിയിൽ. രാധാറാണിക്ക് അപ്പുറം ഒന്നുമില്ല. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയം മോഷ്ടിക്കുന്നു, ഗോപികമാരുടെ ഹൃദയം മോഷ്ടിക്കുന്നു. ശ്രീമതി രാധാറാണി കൃഷ്ണന്റെ ഹൃദയം മോഷ്ടിക്കുന്നു. അപ്പം നമ്മൾ ആരെ പിന്നാലെ പോകണം? രാധാറാണിയുടെ പിന്നാലെ പോകണം. വിട്ടുകൊടുക്കരുത്, നമ്മൾ രാധാറാണിയുടെ പിന്നാലെ തന്നെ പോകണം. അതുകൊണ്ടാണ് രാധാറാണി ഹരേ ആണെന്ന് പറയുന്നത്. ഹരേ എന്ന് നമ്മൾ രാധാറാണിയെ നിർവചനം കൊടുക്കാൻ കാരണം കൃഷ്ണന്റെ ഹൃദയമാണ് രാധാറാണി മോഷ്ടിക്കുന്നത്. മനസ്സിലായില്ലേ? ബർസാന എന്ന് പറയുന്ന രാധാറാണിയുടെ വാസസ്ഥലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വൃഷഭാനുവിൻ്റെയും കീർത്തിതയുടെയും കൂടെ ബാല്യകാല വിനോദങ്ങൾ നടത്തിയ സ്ഥലമാണ് രാധാറാണി. ബാല്യകാല വിനോദങ്ങൾ നടത്തിയ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ബർസാന എന്ന് പറയുന്നത്. ബർസാനയെ നയിച്ചത് തന്നെ രാധാറാണിയുടെ അച്ഛൻ വൃഷഭാനു ആയിരുന്നു. രാധാറാണിയുടെ ആ ഒരു ബർസാന എന്ന് പറയുന്ന സാരില്ല മിനി മാതാജി ചേർത്ത് പിടിക്കുന്നു പോരെ, വിഷമിക്കാതെ ഇരിക്കും. എൻ്റെ അച്ഛനെ അമ്മയും സ്നേഹിച്ചോളൂ, ഒരു നിമിഷം സ്വൈര്യം തരില്ല. അല്ലേ ദിവ്യ? അയ്യോ, ഇപ്പൊ ദിവ്യക്കും അങ്ങനെയാണ്. ഞാൻ ഫോൺ കണ്ടില്ലേ ദിവ്യയെ വിളിക്കും, ദിവ്യക്ക് മെസ്സേജ് വരും, എസ് അങ്ങോട്ട് വരും എൻ്റെ അമ്മയുടെ വക. സ്നേഹിച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അറിയുന്ന രണ്ട് ഹൃദയങ്ങളാണ്. രണ്ടല്ല ഒന്ന്. അച്ഛനും അമ്മയും രണ്ടല്ല ഒന്ന്, ഒരേ ഹൃദയം. സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ അവരെന്താന്ന്. അതാണ് എൻ്റെ അച്ഛനും അമ്മയും. അവരെ സ്നേഹിച്ചു. അച്ഛൻ രാമായണം എഴുതും, അമ്മ മഹാഭാരതം എഴുതും. മോളെ 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 അമ്മു 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 അയ്യോ. ഹരേ കൃഷ്ണ. അപ്പോൾ ബർസാനയെ നയിച്ചത് രാധാറാണിയുടെ അച്ഛനായ വൃഷഭാനു ആണ്. രാധാറാണിയുടെ അമ്മ കീർത്തിതയുമായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് രാധാറാണിയെ അവർക്ക് കിട്ടിയപ്പോൾ വൃഷഭാനുവും കീർത്തിദ മാതാവും വളരെയധികം സന്തോഷിച്ചെങ്കിലും നമ്മുടെ രാധാറാണി കണ്ണു തുറന്നില്ല. ആലോചിച്ച് നോക്കണം. അവർക്ക് രാധാറാണിയെ കിട്ടി, പക്ഷെ രാധാറാണി കണ്ണു തുറക്കുന്നില്ല. ആദ്യമായി രാധാറാണി കണ്ണു തുറന്നത് എപ്പോഴാണ്? കൃഷ്ണനെ സ്പർശിച്ചപ്പോൾ. അപ്പൊ ആ ബന്ധത്തിന്റെ തീവ്രതയൊന്ന് നോക്കൂ. കൃഷ്ണനെ സ്പർശിച്ചപ്പോഴാണ് രാധാറാണി ആദ്യമായി കണ്ണു തുറക്കുന്നത്. ബർസാനയിലെ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് 4 കുന്നുകളാണ്. ബർസാനയിൽ വൃഷഭാനുഗൺ, ധാൻഗൺ, വിലാസ്ഗൺ, മാൻഗൺ. എന്തൊക്കെയാണ്? വൃഷഭാനുഗൺ, ധാൻഗൺ, വിലാസ്ഗൺ, മാൻഗൺ. ഇതാണ് 4 കുന്നുകൾ. അയ്യോ, ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ വേറെ ചില കാര്യം പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് ഇതിൽ കുറച്ച് അമ്മമാരുണ്ട്. ഇത് കേട്ടാൽ ഇനിയിപ്പോൾ എൻ്റെ അമ്മ വീർപ്പിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഇന്നിപ്പോൾ എനിക്ക് പൊങ്കാല വരും, അത് വേറെ കാര്യം, ഇരിക്കട്ടെ. എന്നാലും സാരല്ലേ, അമ്മയുടെ പൊങ്കാലല്ലേ, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. 4 ചീത്ത അമ്മയുടെ അച്ഛൻ്റെയും വായെന്ന് കേട്ടാൽ മാത്രമേ ഞാൻ നന്നാവൂ, അത് ഉറപ്പാ. അപ്പോൾ അതുപോലെ കുറച്ച് അമ്മമാരുണ്ട് കേട്ടോ. പ്രസന്ന അമ്മ, ത്രിവേണി അമ്മ, ഭാരതി അമ്മ, ഓമനക്കുട്ടൻ, പിന്നെ അല്ല അതെൻ്റെ അമ്മ, പിന്നെ ശ്രീജ അമ്മ. ദൈവമേ, ഇനി പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അടിയാവുമല്ലോ ഈശ്വര. എല്ലാവരെയും കയറി അമ്മ 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 എന്ന് വിളിക്കണോണ്ട് പേരങ്ങോട്ടേക്ക്
ഓ ആ ശാന്ത അമ്മ. അയ്യോ ഈശ്വരായില്ലായോ എണ്ണ ഇനി അടിയാവും. അമ്മമാർ ഇഷ്ടം പോലെ അമ്മമാർ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, മഹാദേവ, എന്നെ രക്ഷിക്കണേ. ഞാൻ ഏത് സമയത്താണോ ഇത് പറയാൻ തോന്നിയത്. ആ എൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ എല്ലാ അമ്മമാരും. രാജലക്ഷ്മി അമ്മ, അയ്യോ അമ്മ, ഹരേ കൃഷ്ണ. അപ്പം അത്രയും അമ്മമാരുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ സമ്പത്തും അനുഗ്രഹവും ഒന്നും ഈ ഭൂമിയിൽ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മയുടേത് എനിക്ക് ഇവിടം വരെയുണ്ട്. അതിനോടൊപ്പം എൻ്റെ ഈ അമ്മമാരുടെയും കൂടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയാം. ബിന്ദുമ്മ പിന്നെ എൻ്റെ കൂടെയുണ്ട്, നിഴല് പോലെയുണ്ട്. ഞാൻ കണി കാണുന്നത്. പിന്നെ ഈശ്വര, നാരായണ, ഗുരുവായൂരപ്പ, ശ്രീദേവി അന്തർജനം, ശ്രീദേവി അമ്മ, അതും എൻ്റെ കൂടെ സന്തത സഹചാരിയാണ്. ഇപ്പോൾ ഒരു ചെറിയ വഴക്കിലൊക്കെ ഇരിക്കുകയാണ്, ഓണത്തിന് ചെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവിടെ ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തൊന്ന് സോപ്പിട്ടാൽ ഒന്ന് ശരിയാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നോക്കാം. അപ്പം എന്നെ നോക്കിയില്ല, എന്നെ വിളിച്ചില്ല, എൻ്റെ അടുത്ത് വന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്, മറ്റൊന്നുമല്ല. എത്ര എളുപ്പം പോകണം. അപ്പം ഇങ്ങനെ കുറേ അമ്മമാരുടെ ആ ഒരു സ്നേഹം, കരുതൽ, ഒന്നും വേണ്ട. മോളെ എവിടെയാ, എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യണത്, എവിടെയാണ്, ഇത്രയും മതി നമുക്ക്, അല്ലേ? ആ ഒരു ചോദ്യം. അമ്മ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ പോലും അമ്മമാരായിട്ട് നമ്മൾ പോലും അത്രയും കാരുണ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയും ഉണ്ട് അമ്മ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം ഒരിക്കലും നമ്മൾ അച്ഛനമ്മമാരെ മിസ് ചെയ്യരുത്. ഓക്കെ, ഇന്ന് ഓണത്തിന് ഞാൻ തന്ന ചെറിയൊരു മെസ്സേജ്, ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു 4 കുന്നുകളുണ്ട് അവിടെ, അല്ലേ? വൃഷഭാനുഗഡ്, ഡാൻഗഡ്, വിലാസ്ഗഡ്, മാൻഗഡ്. ഇതാണ് യഥാർത്ഥത്തിൽ ബർസാന. രാധാറാണി മന്ദിരത്തിൽ, ആ ഒരു മന്ദിരത്തിൽ നിന്നുള്ള ബർസാനയുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്, ഭയങ്കര കാഴ്ചയാണ്. രാധാറാണിയുടെ ആ ഒരു മന്ദിരത്തിൽ നിന്ന് ബർസാന കാണുമ്പോൾ ഇവിടെയുള്ള ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു ആത്മീയ അനുഭൂതിയാണ്. എപ്പോഴും നമ്മൾ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിൽ ഇടാറുണ്ട് രാധാറാണിയുടെ ബർസാനയിലെ മംഗളാരതിയും കാര്യങ്ങളൊക്കെ. മിക്കപ്പോഴും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. അമ്മയുടെ കാരുണ്യം ഉറപ്പായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും സ്മരണയിലൂടെയൊക്കെ രാധാദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടുത്തെ ഹോളി ആഘോഷം എന്ന് പറഞ്ഞാൽ അതിലേറെ മനോഹരമാണ്. എല്ലാവരും എല്ലാം മറന്ന് രാധേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഹോളി ആഘോഷം അത് അതിലേറെ ആനന്ദദായകമാണ്. രാധാറാണിയും ഗോപികമാരും കൃഷ്ണനും ഒക്കെ രാസ നൃത്തോത്സവം നടത്തിയിരുന്ന ഖരാസ് എന്ന് പറയുന്ന ഒരു മന്ദിർ അവിടെയുണ്ട്. എന്താണ്? രാധാറാണിയും ഗോപികമാരും കൃഷ്ണനും ഒക്കെ രാസ നൃത്തോത്സവം നടത്തിയിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഖരാസ്. ഇതൊക്കെ അറിയാമായിരുന്നു ആർക്കെങ്കിലും? ഖരാസ് എന്ന് പറയുന്ന വളരെ ആ ഒരു മന്ദിരത്തിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രഹസ്യമായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാസ് മണ്ഡപം എന്ന് പറയും. രാസ് മണ്ഡപം, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗാനുഗ ഭക്തരുടെ ഒരു രഹസ്യ ആരാധനാലയമാണ്. രാഗാനുഗ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? രാഗാനുഗ ഭക്തർ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ രാഗാനുഗ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസ് മണ്ഡപത്തിന്റെ അടുത്തായിട്ട്, രാസ് മണ്ഡപം എന്ന് പറയുന്നത് രാഗാനുഗ ഭക്തർ, അതായത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ പോയി ഭഗവാനോട് തോന്നുന്ന ഒരു പ്രണയമുണ്ട്. ആ പ്രണയത്തോടെയുള്ള ബന്ധം, അതാണ് രാഗാനുഗ ഭക്തർ. അവര് വ്രജമണ്ഡലത്തിൽ ഇരിക്കുന്നവർ അങ്ങനെയാണ്. അവരിൽ ഒരാളായിട്ടാണ് ഭഗവാനെ കാണുന്നത്. മനസ്സിലായില്ലേ? ആർക്കും ഓർമ്മയില്ലാത്ത അങ്ങനെയുള്ള ഒരു പ്രേമഭക്തി, ആ ഭക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത്. അപ്പം ആ ഭക്തരുടെ അങ്ങനെയുള്ള പ്രേമഭക്തിയോടുകൂടി എല്ലാവരും അവിടെയുള്ള പ്രേമഭക്തിയോടുകൂടി എത്തുന്ന ഭക്തരുടെ ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന രാസ് മണ്ഡപം എന്ന് പറയുന്നത്. പലർക്കും അറിയില്ല, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും.
അതും ഒരു രഹസ്യ ആരാധനാലയം എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 7 മണി വരെ ശ്രീ രാധാറാണിയെയും കൃഷ്ണനെയും സ്തുതിച്ചുകൊണ്ട് പ്രാദേശിക നാടോടി ഗാനങ്ങളും സംഗീതമായി ആലപിക്കുകയും ആ സമയത്ത് നിരവധി ചെറിയ പെൺകുട്ടികൾ അവിടെ എന്താ പറയുക രാസനൃത്തവും അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കും പോയി നോക്കണം, വൃന്ദാവനത്തിൽ പോയി നോക്കണം, നമുക്കും പോയിട്ട് അവിടെ ആനന്ദ രാസനൃത്തം ആടണം. അപ്പോൾ ഇതൊരു സാധാരണ നൃത്തമല്ല, ദിവ്യ ദമ്പതികളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള നൃത്തമാണത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് അവിടെ ആ ഒരു നൃത്തം അവർ ചെയ്യുന്നത്. മങ്കാർ കുന്നിൻ്റെ മുകളിലാണ് മാൻ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണൻ കാണാൻ വരാത്തതിനെ തുടർന്ന് ദേവിയെ കൃഷ്ണൻ കാണാൻ വരാതിരുന്നപ്പോൾ ആളെന്തോ കാര്യത്തിൽ ബിസി ആയിപ്പോയി, പാവം. വരാതെ ആയപ്പോൾ രാധാറാണിക്ക് ദേഷ്യം വന്ന് അവിടെ പോയിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് മങ്കാർ കുന്നെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അവിടെ ഒരു ഗുഹയുണ്ട് താഴെ. അത് ദേഷ്യപ്പെട്ട് കരഞ്ഞു രാധാറാണി എന്ത് ചെയ്ത് ഒളിച്ചിരുന്ന സ്ഥലമാണ് ആ ഗുഹ. മനസ്സിലായോ? രാസലീലയല്ല. അപ്പോൾ മങ്കാർ കുന്നിൻ്റെ മുകളിൽ മാൻ മന്ദിർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് രാധാറാണി കൃഷ്ണൻ വരാൻ ലേറ്റായപ്പം ദേഷ്യപ്പെട്ടു പോയി കരഞ്ഞിരുന്ന സ്ഥലം. ആ സ്ഥലത്ത് നമുക്ക് പോകണം. ആ സ്ഥലത്തിൻ്റെ താഴെയായിട്ടൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് രാധാറാണി പോയി ഒളിച്ചിരുന്നത്. ഇനി രമേശ് ബാബ മാൻ മന്ദിരത്തിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന വഴിയിലൂടെയാണ് അദ്ദേഹമാണ് ബർസാനയെ ഇത്രത്തോളം എന്താ പറയുന്നത് വിപുലീകരിച്ചു കൊണ്ടുവന്നത്. രമേശ് ബാബ മാൻ ആ മന്ദിരത്തിലാണ് താമസിക്കുന്നത്. മനസ്സിലായില്ല? അദ്ദേഹമാണ് ഈ ബർസാന ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. രാസ് മന്ദിറിലേക്കുള്ള ആ വഴിയിൽ ചിക്സൗലി ഗ്രാമത്തിൽ ചിക്സൗലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രസഖി മന്ദിർ, അതായത് അഷ്ടസഖിമാരിൽ ഒരാളായിരിക്കുന്ന ചിത്രസഖിയുടെ വീടാണത്. 8 ഗോപികമാർ പ്രധാനപ്പെട്ടതുണ്ട്. അതിൽ ഒരു ചിത്രസഖി എന്ന് പറയുന്ന ഗോപികയുടെ സ്ഥലത്തിൻ്റെ പേരാണ് ചിക്സൗലി ഗ്രാമം. ആ ഗ്രാമത്തിൽ നമ്മുടെ ചിത്രസഖി മന്ദിർ എന്ന് പറയുന്ന ഒരു മന്ദിരം തന്നെയുണ്ട്. മന്ദിർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, വീട്. അവിടെയാണ് നമ്മുടെ അഷ്ടഗോപികമാരിൽ ഒരാളായിരിക്കുന്ന ചിത്രസഖിയുടെ വീട്. ഓക്കെ. ജയ്പൂർ മന്ദിർ എന്നറിയപ്പെടുന്ന കുശാൽ ബിഹാരി മന്ദിർ രാജസ്ഥാനിലുള്ള ഒരു രാജാവാണ് നിർമ്മിച്ചത്. എന്നാൽ കൂടി രാധാറാണി മന്ദിരത്തിൽ നിന്ന് ദേവതകളെ മാറ്റുന്നതിന് മുൻപ് ശ്രീ രാധാറാണി രാജാവിൻ്റെ സ്വപ്നത്തിൽ വരികയും താൻ രാധാറാണി എന്ന് പറയുന്ന ഞാൻ ആ മന്ദിരത്തിൽ തന്നെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് രാജാവിനോട് പറഞ്ഞു. ബർസാനയിൽ ആ രാധാറാണിയുടെ കൊട്ടാരത്തിൽ നിന്ന് ദേവതകളൊക്കെ മാറ്റുന്ന സമയത്ത് രാജാവ് എന്ത് ചെയ്തു? രാജാവ് കിടന്നുറങ്ങുമ്പോൾ രാധാറാണി വന്നിട്ട് എനിക്ക് അവിടെ താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. തുടർന്ന് അവിടെ രാധാകൃഷ്ണന്റെ പുതിയൊരു പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു. അപ്പോൾ രാധാറാണി താമസിക്കുന്നത് ഇന്നും എവിടെയാണ്? ബർസാനയിലാണ്. അതിൽ ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് പറയുമ്പോൾ ഞാൻ വളരെയധികം ആനന്ദത്തോടു കൂടി ഞാൻ ഓർക്കുന്നൊരു കാര്യം, ശ്രീമതി രാധാറാണിയുടെ കൈകൾ കൊണ്ട് പാകം ചെയ്തൊരു അടുക്കളയുണ്ട് അവിടെ. ആ അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചില്ലേ, എനിക്ക് രാധാറാണിയുടെ പ്രസാദം കഴിക്കാൻ ആ അടുക്കളയിൽ തറയിലിരുന്നിട്ട് രാധാറാണിയുടെ അന്നത്തെ നേദ്യം അവിടുത്തെ മഹാരാജിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കഴിക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ആ ഫോട്ടോ ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ ബർസാനയിൽ പോയാലും അവിടെ ഫുൾ രാധാറാണിയുടെ മന്ദിരം അടിച്ചുവാരി വൃത്തിയാക്കി രാധാറാണിക്ക് എന്നെക്കൊണ്ടാവുന്ന സേവനം ചെയ്ത് മന്ദിർ ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ അവരോടൊപ്പം ഇറങ്ങാറ്. മിക്കപ്പോഴും അവിടുത്തെ മഹാരാജിൻ്റെ കൂടെ ഇറങ്ങാറ്. മഹാരാജ് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ ഇന്നും നമസ്കരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നതിന്. ഇത്രത്തോളം കാരുണ്യം ഭഗവാനും ശ്രീമതി രാധാറാണിയും നമ്മളോട് കാണിക്കുന്നത് തന്നെ മുജ്ജന്മ പുണ്യം എന്നുള്ളതിലുപരി, ഒരിക്കലും മുജ്ജന്മത്തിൽ പുണ്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും ജന്മം എടുക്കില്ല. നമ്മുടെ ഗുരുപരമ്പരയുടെ കാരുണ്യം അത്രയും ഞാൻ പറയും. ഇനിയും പോയാൽ രാധാറാണിയുടെ മന്ദിരം സേവനം ചെയ്യണം. അതുപോലെ അതേ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് പ്രസാദം കഴിക്കണം. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദമാണ്. രാധാറാണി കുക്ക് ചെയ്ത ആ കിച്ചണിലിരുന്ന് അന്നം കഴിച്ചപ്പോൾ അന്ന് ഇരുന്ന ആ ഒരു അവസരം കിട്ടിയപ്പം എനിക്ക് അത്രത്തോളം അറിയാത്തൊരു സമയത്തായിരുന്നു. എനിക്കതിൻ്റെ വലിപ്പം അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം വളരെ ആനന്ദദായകമാണ്. അവരിങ്ങനെ മെസ്സേജ് ഇടും, എന്നാ മാതാജി വരുന്നത്? ഞാൻ പറയും വൈകാതെ വരും എന്ന് പറയും. അപ്പോൾ വൈകാതെ നമ്മൾ പോകും അല്ലേ? ഹരേ കൃഷ്ണ. രാധാറാണി വിളിക്കാതെ ആ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ.
അപ്പോൾ വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് വാസ്തവം. രാസ് മന്ദിറിൽ നിന്ന് കുശാൽ ബിഹാരിയിലെ മന്ദിരത്തിലേക്കുള്ള വഴിയിൽ വിലാസ്ഗഡ് കുന്നിന്റെ മുകളിലാണ് മോർ കുടീർ സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? രാസ് മന്ദിരത്തിൽ നിന്ന് കുശാൽ ബിഹാർ മന്ദിരത്തിലേക്കുള്ള വഴിയിൽ വിലാസ്ഗഡ് എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിലാണ് മോർ കുടീർ എന്ന് പറയുന്ന അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനും രാധാറാണിയും മയിലിന്റെ രൂപത്തിൽ നൃത്തം ചെയ്യുന്ന സ്ഥലമാണിത്. ശ്രീമതി രാധാറാണിയും കൃഷ്ണനും മയിലിന്റെ രൂപത്തിൽ നൃത്തം ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? മോർ കുടീർ എന്ന് പറയുന്നത്. ഓക്കെ. സൂർദാസ് എന്ന് പറയുന്ന അന്ധനായിരിക്കുന്ന സന്യാസി തൻ്റെ സ്വപ്ന ദർശനത്തിന് ശേഷം മയിലുകളായി നൃത്തം ചെയ്യുന്ന കൃഷ്ണനെയും രാധയെയും വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ സൂർദാസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ശ്രീമതി രാധാറാണിയെയും കൃഷ്ണനും മയിലിൻ്റെ രൂപത്തിൽ നൃത്തം ചെയ്യുന്നത്, മോർ കുടീറിൽ നൃത്തം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം അവരെ വരച്ചിട്ടുമുണ്ട്. പ്രേം സരോവർ ബർസാനയിൽ നിന്ന് ഒരു 800 മീറ്റർ ദൂരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പ്രേം സരോവർ സ്ഥിതി ചെയ്യുന്നത്. ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും കണ്ണുനീർ തുള്ളിയായി ആ തടാകം നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. അവരുടെ കണ്ണുനീരാണ് ആ തടാകം. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എത്ര മനോഹരമാണെന്ന്. പ്രേം സരോവർ എന്നാണ് പറയുന്നത്. നമുക്ക് പോകണം, നമുക്കിവിടെയൊക്കെ പോകണം. അവരൊരുമിച്ചായിരുന്നു. എന്നിട്ടും പരസ്പരമായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന ഒരു വേർപിരിയൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരല്ലേ. ആ വേർപിരിയലിൽ പോലും ആ ഒരു പ്രണയബന്ധം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കൃഷ്ണനെ ഓർക്കുമ്പോൾ രാധയാണ് ഓർമ്മ വരുന്നത്, രാധയെ ഓർക്കുമ്പോൾ കൃഷ്ണനെയാണ് ഓർമ്മ വരുന്നത്. അവരുടെ ആനന്ദദായകമായിരിക്കുന്ന ആ പ്രേമമായിരിക്കുന്ന ആ ഒരു ആനന്ദ പ്രേമം, ആ ഒരു വശ്യത, ആ കണ്ണുനീർ തുള്ളിയിലൂടെയാണ് പ്രേം സരോവർ നിലവിൽ വന്നത്. അപ്പോൾ അവരൊരുമിച്ചിരുന്നിട്ടും കൂടെ പരസ്പരം തീവ്രമായിരിക്കുന്ന ആ ഒരു പ്രണയബന്ധം അവർക്കൊരു സമയം ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകി 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 വീണ ആ കണ്ണുനീർ തുള്ളികൾ അങ്ങനെ ഒഴുകാൻ തുടങ്ങി. കൃഷ്ണൻ്റെയും രാധയുടെയും കണ്ണിൽ നിന്ന് ആ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകി 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 തത്തകൾ അവരുടെ നാമങ്ങൾ രാധാകൃഷ്ണ 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 എന്ന് തത്തകൾ അങ്ങനെ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് 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 തത്തകളുടെ ആ ഒരു ജപം കേട്ടപ്പോഴാണ് കൃഷ്ണനും രാധയും കണ്ണു തുറന്നത്. അങ്ങനെ കണ്ണു തുറന്നപ്പോൾ വന്നിരുന്ന ആ കണ്ണുനീർ തുള്ളികളിലാണ് പ്രേം സരോവർ രൂപപ്പെട്ടത്. പിലി പൊഖാറയിലാണ് യശോദാമ പുരട്ടിയ മഞ്ഞൾ പൊടി രാധാറാണി കഴുകിക്കളഞ്ഞത്. എവിടെ? പിലി പൊഖാറയിൽ. ആൺകുട്ടിയുടെ അമ്മ പെൺകുട്ടികളുടെ കൈകളിൽ മഞ്ഞൾ പുരട്ടുമ്പോഴെല്ലാം അവർ പെൺകുട്ടിയെ മരുമകളായി സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ അമ്മ യശോദാമ്മ രാധാറാണിയുടെ കൈകളിൽ മഞ്ഞൾ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യശോദാമ്മ ശ്രീമതി രാധാറാണിയെ മരുമകളായി സ്വീകരിച്ചിരുന്നു. അപ്പോൾ ആ മഞ്ഞൾ രാധാറാണി കഴുകിക്കളഞ്ഞത് പിലി പൊഖാറയിലാണ്. മനസ്സിലായോ? ഒരിക്കൽ രാധാറാണി നന്ദഗാവിൽ പോയപ്പോൾ, നന്ദഗാവ് നമുക്ക് കാണാം കേട്ടോ. അപ്പം നന്ദഗാവിൽ പോയ സമയത്ത് എന്താ ഉണ്ടായത്? യശോദാമ്മ എന്ത് ചെയ്തു? രാധാറാണിയുടെ കൈകളിൽ എന്താ പറയുക, ഇങ്ങനെ കുറേ മഞ്ഞൾ പുരട്ടിക്കൊടുത്തു. അപ്പോൾ രാധാറാണി വളരെയധികം ഉള്ളുകൊണ്ടങ്ങ് സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടി എന്ന് വേണം പറയാൻ. കാരണം പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണതയുടെ, എനിക്ക് പറയാൻ വേർഡ്സ് കിട്ടുന്നില്ല അവരുടെ ബന്ധം. അപ്പം ആ കൃഷ്ണൻ്റെ അമ്മ രാധാറാണിയുടെ കൈകളിൽ മഞ്ഞൾ പുരട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണ് ആനന്ദ നൃത്തം ചവിട്ടാത്തത്? ബാഹ്യമായി കുറച്ച് ലജ്ജിച്ചു രാധാറാണി, കുറച്ച് നാണമൊക്കെ വന്നു ആ സമയത്ത് രാധാറാണിക്ക്. അപ്പോൾ ഒരുപാട് അങ്ങ് എന്താ പറയണത്, മുളക് കലക്കി തേച്ചറിയാൻ. ഇവിടെ വിഷ്ണു പറയാണ്, അമ്മേ ഞാനൊരു പെങ്കൊച്ചിനെ കാണിച്ചാൽ അമ്മ മഞ്ഞൾ വരട്ടുമെന്ന്. നല്ല അരച്ച് വെച്ച മുളക് കൂടി ഇരിക്കുന്നു, നന്നായിട്ട് അങ്ങോട്ട് കലക്കിയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കണം ഞാൻ കയ്യിൽ, കണ്ണിലും മൂക്കിലും ചെവിയിലും ഒക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ അല്ല ഗർഗഭാഗവതല്ല അമ്മ, രാധാറാണിയുടെ ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ രാധാറാണി അമ്മ പറഞ്ഞപ്പോൾ രാധാറാണി അമ്മയുടെ കുറച്ച് കാര്യം, എനിക്കിത് പറയാനുള്ള അറിവൊന്നുമില്ല, പക്ഷെ എന്തോ അല്ലേ രാധാറാണി അമ്മയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളമ്മ, ഇതിലും എത്രയോ വലുതാണ് ശ്രീമതി രാധാറാണിയുടെ കാര്യങ്ങൾ. അപ്പോൾ രാധാറാണി ഒരുപാട് ഉള്ളിൽ സന്തോഷിക്കുകയും ഒപ്പം പുറത്ത് കുറച്ച് ലജ്ജ തോന്നി രാധാറാണിക്ക്. മനസ്സിലായോ? വല്ലാതെ ലജ്ജിച്ചു രാധാറാണി.
പിന്നെയോ ബർസാനയിലെ ആളുകളൊക്കെ മഞ്ഞൾ കണ്ടതിന് ശേഷം എന്താ എന്താ വിചാരിക്കുക? രാധാറാണി ആലോചിച്ചു, എൻ്റെ കയ്യിൽ ഈ മഞ്ഞൾ കാണുമ്പം ബർസാനയിൽ ചെന്നാൽ, കാരണം രാധാറാണി നന്ദകാവിൽ വന്നിരിക്കുകയാണ്, കൃഷ്ണൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം അമ്മ ആണെങ്കിൽ കയ്യിലൊക്കെ മഞ്ഞൾ തേച്ചു. ഞാൻ ഈ മഞ്ഞളും കൊണ്ട് ബർസാനയിൽ പോയാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുക എന്ന് കരുതിക്കൊണ്ടാണ് പിലി പൊഖാറയിൽ പോയിട്ട് രാധാറാണി ഈ കൈകൾ അങ്ങ് കഴുകുന്നത്. അന്ന് മുതൽ പിലി പൊഖാറ മഞ്ഞ നിറത്തിലാണ്. ഹരേ കൃഷ്ണ ഹരിബോൽ. രാധാറാണി കൈകൾ കഴുകിയ ആ പിലി പൊഖാറ മഞ്ഞ നിറത്തിലാണ്. ഇപ്പോഴും അത് മഞ്ഞ നിറത്തിലാണ്. എന്ത് വേണം ഇതിൽ കൂടുതൽ, അല്ലേ? രാധാറാണിയുടെ പ്രധാനപ്പെട്ട ഗോപികളുടെ ഗ്രാമങ്ങളെല്ലാം അവിടെ ബർസാനയ്ക്ക് ചുറ്റുമാണെന്ന് നമുക്കറിയാം, അല്ലെ? ലളിത സഖിയുടെ ഗ്രാമവും ജന്മസ്ഥലമായിരിക്കുന്ന ഉഞ്ചഗാവ് എന്ന് പറയുന്ന സ്ഥലം, ലളിത സഖിയുടെ ഗ്രാമത്തിന്റെ പേരാണ് ഉഞ്ചഗാവ്. ആ ഉഞ്ചഗാവ് ബർസാനയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാണ്. ഉഞ്ചഗാവിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാണ് സുദേവി സഖിയുടെ ഗ്രാമം. ചിത്രസഖിയുടെ ഗ്രാമമായിരിക്കുന്ന ചിക്സൗലി വിലാസ്ഗണ്ഡ് കുന്നെന്ന് പറയുന്നത് എന്താ പറയാ, രാസ് മന്ദിരത്തിലേക്കുള്ള വഴിയുടെ തൊട്ടടുത്താണ്. സാധാരണയായിട്ട് രാസ് മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ, രാസ് മന്ദിരത്തിൽ നിന്ന് തുടങ്ങിയാൽ 5 കിലോമീറ്റർ നടന്ന് ഭക്തർ എന്ത് ചെയ്യും? ബർസാനെ അങ്ങ് വലം വെക്കും, പ്രദക്ഷിണം ചെയ്യും. വിലാസ്ഗണ്ഡിനടുത്തുള്ള മോർ കുടീർ ധാൻ, പിന്നെ അതുപോലെ ഘഡിനടുത്തുള്ള ജയ്പൂർ മന്ദിർ, രാധാറാണി മന്ദിർ, ചിക്സൗലി ഗാവിലെ ചിത്രാസഖി മന്ദിർ വഴി നടന്ന് രാസ് മന്ദിറിലേക്ക് മടങ്ങുന്ന വഴിയാണ് ബർസാന. ഹരേ കൃഷ്ണ ഹരിബോൽ. ഇതാണ് ബർസാന പരിക്രമം എന്ന് പറയുന്നത്. ഈ പ്രദക്ഷിണം ചെയ്യുന്നത് ഭക്തി ജീവിതയാത്രയുടെ ഭാഗമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഭക്തി ജീവിതം നയിക്കാൻ ഉള്ള ഒരു ഭാഗ്യം കൂടിയാണ് ലഭിക്കുന്നത്. കൂടാതെ ദിവ്യ ദമ്പതികളായിരിക്കുന്ന കൃഷ്ണന്റെയും രാധാറാണിയുടെയും പ്രേമ ഭക്തി നമ്മൾക്കുള്ളിൽ വർദ്ധിപ്പിക്കാൻ കൂടി ബർസാന പരിക്രമം അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട്. അവരുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ആധ്യാത്മികമായിരിക്കുന്ന ഉന്നതരായിരിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാർ ഇപ്പോഴും ബർസാനയിൽ വസിക്കുന്നുണ്ട്. അവരുടെ കരുണയില്ലാതെ അവരെ മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. രാധാഷ്ടമി അല്ലെങ്കിൽ രാധാറാണിയുടെ ആ ഒരു അവതാര ദിവസം, പ്രത്യക്ഷ ദിനം എല്ലാ വർഷവും വളരെയധികം എന്താ പറയുക, ഭയങ്കര സെലിബ്രേഷൻ ആയിട്ടാണ് ബർസാനയിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ രാധാഷ്ടമി ഉത്സവത്തിന്റെ തലേ ദിവസം ബർസാനയിലെ വൃഷഭാനു കുന്നിൻ മുകളിലുള്ള രാധാറാണിയുടെ ക്ഷേത്രത്തില് ഏകദേശം 10 ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ ദർശനം നടത്തുന്നത്. അപ്പൊ നമ്മള് രാധാറാണിയുടെ ആ ഒരു ബർസാനയെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി, അല്ലേ? ബർസാന എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായ സ്ഥലമാണ്. ബർസാനയെ കുറിച്ച് നമുക്ക് ഇത്രത്തോളം പറയാൻ രാധാറാണി അനുവദിച്ചു എന്നുള്ളതാണ് വാസ്തവം. അമ്മയുടെ ബർസാനയെ കുറിച്ച് നിധിവൻ വേറെയാണ്, അത് വൃന്ദാവനം, ഇത് ബർസാന. നിധിവൻ ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. കംപ്ലീറ്റ് വൃന്ദാവനത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ബർസാന എന്താന്ന് ഒരു ഐഡിയ കിട്ടിയോ? ഇത്രയും ബർസാനയെ കുറിച്ച് അറിയുമായിരുന്നോ? അറിയായിരുന്നു? राधे राधे बरसाने वाली राधे, श्री राधे 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 बरसाने वाली राधे, श्री राधे 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 बरसाने वाली राधे, श्री राधे 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 बरसाने वाली राधे। संपत्ति और कमानी छोड़ अटारी अटा जग के, हमको कुटिया ब्रजमानी बनानी, हमको कुटिया ब्रजमानी बनानी, हमको कुटिया ब्रजमानी बनानी।
रसिकों के सदा और पीवन को यमुना जल पानी हमें औरन की परवाह नहीं अपनी ठकुरानी श्री राधिका रानी श्री राधिका रानी ठकुरानी श्री राधिका रानी अपनी ठकुरानी श्री राधिका रानी जय राधे राधे जय राधे राधे वृषभानु दुलारी भक्तों की प्यारी राधे राधे श्यामा प्यारी राधे राधे दास दुलारी राधे राधे की प्यारी राधे राधे हमारी प्यारी राधे राधे हमारी प्यारी राधे राधे सबकी प्यारी राधे राधे प्यारी प्यारी राधे राधे प्यारी प्यारी राधे 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 जय राधे 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 आइए श्री धाम वृंदावन में प्रवेश करिए वृंदावन में राधे राधे सुंदर गांव में രാധേ രാധേ काली दह पर രാധേ രാധേ गई तुमट में വൃന്ദാവനത്തിൽ ഓരോ ക്ഷേത്രങ്ങളുടെ പേരാണ് गली में രാധേ രാധേ मान गली में രാധേ രാധേ मान गली में രാധേ രാധേ कुंज गली में രാധേ രാധേ. അപ്പം ശ്രീമതി രാധാറാണിയുടെ നിരവധി പേരുകളോട് കൂടിയാണ് വൃന്ദാവനത്തിലെ ഓരോ ക്ഷേത്രങ്ങളും അറിയപ്പെടുന്നത്. അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളുടെ പേര് പറയുമ്പോഴും നമ്മൾ എന്ത് പറയണം? രാധേ 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 बरसाने वाली राधे 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 बरसाने वाली राधे. राधे राधे बरसाने वाली राधे അപ്പോൾ श्री राधे 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 बरसाने वाली കണ്ണുകൾ അടച്ചിരുന്ന് ഈ പാട്ട് കേൾക്കും. രാധാറാണി നമ്മുടെ അമ്മയുടെ കാരുണ്യം നമ്മളിലേക്ക് തരട്ടെ. राधे राधे बरसाने वाली राधे श्री राधे 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 बरसाने वाली राधे श्री राधे 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 बरसाने वाली राधे ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡം പ്രണാമം. ജയ ശ്രീ രാധേ രാധേ. राधे राधे बरसाने वाली राधे श्री राधे 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 बरसाने वाली राधे ब्रह्मकुंड में രാധേ രാധേ ईश्वर महादेव രാധേ രാധേ बिहारी രാധേ രാധേ बिहारी രാധേ രാധേ मदन मोहन जी രാധേ രാധേ गोपीनाथ जी രാധേ രാധേ राधा दामोदर രാധേ രാധേ राधा विनोद जी രാധേ രാധേ साक्षी गोपाल जी രാധേ രാധേ राधा माधव जी രാധേ രാധേ राधा वल्लभ जी രാധേ രാധേ युगल किशोर जी രാധേ രാധേ राधा रमण जी രാധേ രാധേ अष्ट सखी जी രാധേ രാധേ अटल वन में രാധേ രാധേ हार वन में രാധേ 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 बाल वन में രാധേ രാധേ वृंदावन का कण कण बोले ശ്രീ രാധാ രാധാ श्री यमुना जी की लहरें बोले ശ്രീ രാധാ രാധാ श्री राधा राधा श्री राधा राधा श्याम सुंदर की बंसी बोले श्री राधा राधा നമ്മൾ ബർസാനയിലാണിപ്പോ. यमुना जी की लहरें बोले श्री राधा राधा मस्ती में झूमते हुए श्री राधा राधा श्री राधा राधा ജയ് ശ്രീ രാധേ രാധേ.
രാധേ 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 ശ്രീ രാധാ രാധാ ശ്രീ രാധേ ശ്രീ രാധാ രാധാ हरि बोल भक्तजनों के मन में गूंजे श्री राधा राधा 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 रसिकजनों की वाणी ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ശ്രീമതി രാധാറാണി ഉണ്ട് അല്ലേ? ബ്രജമണ്ഡലത്തിൽ നിന്നും പലരും നമ്മുടെ ക്ലാസ്സിൽ കയറി. ആ രാധാറാണിയുടെ കാരുണ്യം നിങ്ങളിൽ എല്ലാവരിലേക്കും വരട്ടെ. ഇന്നത്തോടുകൂടി നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം രാധാറാണി മാറ്റട്ടെ. രാധ എന്ന നാമത്തിൽ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു. വൃന്ദാവനം മൊത്തത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണിപ്പോ. രാധാ രാധേ രാധേ രാധേ. ഇപ്പൊ നമ്മൾ മധുരയിലേക്കായി. രാധേ 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 ശ്രീ രാധേ ഗോപാല. വൃന്ദാവനം, ബർസാന, മധുര 3 സ്ഥലവും നമ്മളിപ്പോ കറങ്ങി. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഒപ്പം രാധാറാണി ഉണ്ട്. जय श्री कृष्ण. राधे 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 राधे
ക്ലാസ് ഇടയ്ക്ക് പാട്ട് കേൾപ്പിച്ചു തരാം. നിർത്തരുത്. എല്ലാവരും ഇങ്ങനെ രാധാറാണിയുടെ നാമത്തിൽ ഇങ്ങനെ ആറാടി ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ രാധാറാണിയെക്കുറിച്ച് അറിയാം അല്ലേ. ബ്രജമണ്ഡലത്തിൽ നിന്ന് വന്ന 2 പ്രഭുക്കന്മാർക്ക് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക കരുണ അല്ലെങ്കിൽ അവരുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ പ്രണമിക്കുന്നു. രാധാറാണിയുടെ കാര്യം പറയുമ്പം ബ്രജത്തിൽ നിന്ന് രാധാറാണിയുടെ നാമവുമായി അവിടെയുള്ള ബ്രജമണ്ഡലത്തിലെ ബ്രജവാസികൾ എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ്. ജയ് ഹോ, ഹരേ കൃഷ്ണ, പ്രഭുജി ധന്വൻ പ്രണാമം. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ, ഠാക്കൂർജിക്ക് ജയ്, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രാധാറാണിയുടെ മഹത്വത്തെക്കുറിച്ചൊന്ന് പറയാം. സാദർ പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രാധാറാണിയുടെ മഹത്വത്തെക്കുറിച്ചൊന്ന് പഠിക്കാം അല്ലേ. ശ്രീമതി രാധാറാണി എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ തന്നെയാണ്. ഒരു നിമിഷം പോലും അവർ തമ്മിൽ പിരിയുന്നില്ല. മാധവനെ എപ്പോഴും ശ്രീമതി രാധാറാണിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പാവം ഉണ്ണിക്കണ്ണൻ മാധവൻ്റെ കാര്യം ആലോചിച്ചു. രാധാറാണി അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല മാധവനെ. 2 പേരും ഇങ്ങനെ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. കുറച്ചു നേരം പോലും 2 പേരും സെപ്പറേഷൻ ഉണ്ടാവില്ല. ഗോപാലോത്തര തബാനിയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ശ്രീമതി രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാവയുടെ മൂർത്തി ഭാവമാണെന്നാണ് പറയുന്നത്. കാരുണ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ് ശ്രീമതി രാധാറാണി, അല്ലെങ്കിൽ അത്യുന്നതമായിരിക്കുന്ന പരമാനന്ദമാണ് ശ്രീമതി രാധാറാണി. വൃന്ദാവനത്തിലെ ഒരുപാട് ഗോപികമാരുണ്ട്. ആ ഗോപികമാരായിട്ടും അല്ലെങ്കിൽ ഗോപാലന്മാരായിട്ടും അവർക്കൊന്നും തന്നെ രാധാറാണിയുടെ ഗുണങ്ങളുടെ 1% പോലും എത്താൻ കഴിയില്ല. അത്രത്തോളമാണ് രാധാറാണി ഉന്നത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാധാറാണി എപ്പോഴും ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഗന്ധർവയായിട്ടാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? രാധാറാണി അത്രയും ഉന്നതമായ ഒരു നിലയിലാണ് ശ്രീമതി രാധാറാണി ഉള്ളത്. പത്മപുരാണത്തില് നാരദമുനി ശ്രീമതി രാധാറാണിയെ കുറിച്ച് വർണ്ണിക്കുന്നത് എന്താണ്? ശ്രീമതി രാധിക ഭഗവാൻ കൃഷ്ണന് എത്രത്തോളം പ്രിയപ്പെട്ടവളാണോ, അവളുടെ ആ ഒരു രാധാറാണിയുടെ കുളമായിരിക്കുന്ന രാധാകുണ്ടും അത്രത്തോളം ഭഗവാന് പ്രിയപ്പെട്ടതാണ്. രാധാറാണി കൃഷ്ണന് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം ഭഗവാന് രാധാകുണ്ടും പ്രിയപ്പെട്ടതാണെന്നാണ് പറയുന്നത്. എല്ലാ ഗോപികമാരിലും ശ്രീമതി രാധാറാണി ആ 3 കോടി ഗോപികമാരെക്കാൾ കൂടുതലും ശ്രീമതി രാധാറാണിയാണ് ഭഗവാന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നു, സ്തവമാല എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ശ്രീല രൂപഗോസ്വാമി എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ശ്രീമതി രാധാറാണിയോടുകൂടി എന്താ പ്രാർത്ഥിക്കണേന്ന് അറിയാമോ? ഓ വൃന്ദാവനത്തിലെ രാജ്ഞി, ഹേ രാധാറാണി, നിന്റെ നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളഞ്ഞിരിക്കുന്ന സ്വർണ്ണ ഗോതമ്പ് പോലെയുള്ള നിറമാണ്. അപ്പൊ എത്ര നല്ല കളറാന്ന് ആലോചിച്ച് നോക്കൂ. രാധാറാണി വിളഞ്ഞിരിക്കുന്ന സ്വർണം പോലെ തിളങ്ങുന്ന, സ്വർണത്തേക്കാൾ മനോഹരമായി തിളങ്ങുന്ന ഗോതമ്പിന്റെ കളറാണ് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകർഷകമായ കണ്ണുകളാണ്. ആ കണ്ണുകളുടെ വശ്യത അത് വളരെ മനോഹരമാണ്. ആ വശ്യതയിലുകൊണ്ട് നമുക്കങ്ങനെ രാധാറാണിയെ നോക്കി നിൽക്കാൻ കഴിയില്ല. 1,00,000 നിറവും തിളക്കവുമുള്ള ഉപഗ്രഹങ്ങൾ മിന്നിത്തിളങ്ങിയാൽ പോലും ആ തിളക്കം പോലും രാധാറാണിയുടെ മുഖകാന്തിക്ക് മുമ്പിൽ തോറ്റുപോകുന്നാണ് പറയുന്നത്. ഒപ്പം ആ ഒരു നിറത്തോടു കൂടി ഒരു നീല സാരി, ആ ഒരു ഗോതമ്പിൻ്റെ സ്വർണത്തിൻ്റെ കളറ് ഇരിക്കുന്ന ദേഹത്തിൽ രാധാറാണി അങ്ങ് നീല സാരി അങ്ങ് എടുത്തണിഞ്ഞാൽ ഒരു പുതുമഴ പെയ്യുന്ന മേഘം സൃഷ്ടിക്കുന്നത് പോലെയാണ്. വല്ലാത്തൊരു ഭംഗിയാണ്. രാധാറാണിയുടെ ആ വിശിഷ്ടമായ രൂപം ഹൃദയത്തിലങ്ങ് നിറഞ്ഞു തുളുമ്പമാണ് ശ്രീമതി രാധാറാണി. ഹേ രാധേ, വൃന്ദാവനത്തിലെ എല്ലാ സുന്ദരിമാരെക്കാളും വളരെ മനോഹരമായിരിക്കുന്നു ശ്രീമതി രാധാറാണി. ആ തളിർത്ത് നിൽക്കുന്ന 1 കോടിക്കണക്കിന് മുല്ലപ്പൂക്കൾ ഇങ്ങനെ തളിർത്ത് നിൽക്കുമ്പോൾ ഉള്ള ഗന്ധമുണ്ടല്ലോ, ആ ഗന്ധമാണ് ശ്രീമതി രാധാറാണി ഇങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ട് വിശിഷ്ടമായിരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വശ്യതയുള്ള പുഞ്ചിരിയും വശ്യമായിരിക്കുന്ന കണ്ണുകളും തിളങ്ങുന്ന ആ പുഞ്ചിരിയോടുകൂടി ഗോതമ്പിൻ്റെ നിറമുള്ള ശരീരത്തിൽ നീലക്കളർ സാരി ഉടുത്ത് ശ്രീമതി രാധാറാണി ഇങ്ങ് നടന്നു വരുമ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ വശ്യതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ മഹത്തായ രൂപം ശ്രീമതി രാധാറാണി, അവിടുത്തെ മഹത്തായ രൂപം വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒപ്പം സുന്ദരിയും ബുദ്ധിശക്തിയുമുള്ള ഗോപികമാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീമതി രാധാറാണിക്ക് തന്നെയാണ്. രാധാറാണി അത്ഭുതകരമായിരിക്കുന്ന മികവുകളാൽ
അലങ്കരിച്ചിരിക്കുകയാണ് രാധാറാണിയെ. ഒപ്പം അഷ്ടസഖിമാരെന്നറിയപ്പെടുന്ന അർപ്പിതമായിരിക്കുന്ന അഷ്ടസഖിമാരും 8 ഗോപാലന്മാരും ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ രാധാറാണി അവിടത്തെക്കുറിച്ച് വർണ്ണിക്കാൻ അടിയന് കഴിവില്ലാതെയായി തീർന്നിരിക്കുകയാണ്. നല്ല ചുവന്ന റെഡ് കളർ, നല്ല തിളങ്ങുന്ന ചെറിപ്പഴം പോലെ ചുവന്നിരിക്കുന്ന രാധാറാണിയുടെ വശ്യമായിരിക്കുന്ന ചുണ്ടുകൾ, അത് കൃഷ്ണന് ജീവൻ നൽകുന്ന സിറപ്പാണെന്നാണ് പറയുന്നത്. രാധാറാണിയുടെ ആ ഒരു ചുണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിപ്പഴം പോലും തോറ്റുപോകും. അത്രയും മനോഹാരിതയുള്ള ആ ചുണ്ടുകൾ കൃഷ്ണന് മരുന്നാണ്. അതുപോലെ രാധേ, ഞാൻ യമുനയുടെ തീരത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുകയാണ് രാധാറാണി. പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ആ ഒരു പാവനമായിരിക്കുന്ന ഹൃദയം എല്ലാ വിനയത്തോടും കൂടി രാധാറാണി അമ്മയെ കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു കുറ്റവാളിയാണ്, ദുഷ്ടനാണ്, ഒരു നികൃഷ്ടനാണ്. ഇതെല്ലാം ചെയ്തു വന്ന അനേകായിരം ജന്മങ്ങളാൽ പാപം ചെയ്ത ഒരു നികൃഷ്ട ജന്മമായിരിക്കുന്ന കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണ്. അമ്മയുടെ നാമം പറയാൻ പോലും എനിക്കൊരു അർഹതയില്ല. എന്നിട്ടും അവിടുത്തെ ആ ഒരു താമര ഇതളുകൾ തോറ്റുപോകുന്ന അത്രയും മനോഹാരിതയുള്ള നിറമുള്ള ആ ഒരു പാദങ്ങൾ, അമ്മേ ആ പാദങ്ങളുടെ സേവ ചെയ്യാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നാ പറയുന്നത്. ആ സേവനത്തിൽ ഈ ഉള്ളവളെ ഉൾപ്പെടുത്തണേ. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അമ്മയോട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനന്ദവും അനുകമ്പയും സ്നേഹവും നിറഞ്ഞതാണ് രാധാറാണി. രഘുനാഥ് ദാസ് ഗോസ്വാമി വിലപ് കുസുമം അഞ്ജലിയിൽ പറയുന്നു, ഓം പരമോന്നത വനിത, ഏറ്റവും പരമോന്നതമായിരിക്കുന്ന വനിത, എൻ്റെ ഹൃദയ രാജ്ഞി രാധേ, ഭാഗ്യദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവിക്ക് അമ്മയുടെ വിശിഷ്ടമായിരിക്കുന്ന രാധാറാണിയുടെ വിശിഷ്ടമായിരിക്കുന്ന കാൽ വിരലുകളിൽ നിന്നൊഴുകുന്ന സൗന്ദര്യത്തിന്റെ ഒരു തുള്ളി പോലും ഇല്ല അമ്മേ എന്നാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി പോലും പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് പോലും രാധാറാണിയുടെ ആ ഒരു പാദങ്ങളുടെ വിരലുകളിൽ നിന്നൊഴുകുന്ന ആ ഒരു സൗന്ദര്യത്തിന്റെ തുള്ളി പോയി ലക്ഷ്മി ദേവിക്ക് പോലുമില്ല. അതിനാൽ അമ്മേ, അങ്ങനെ ചെയ്താൽ അമ്മയുടെ അതീന്ദ്രിയമായിരിക്കുന്ന വിനോദങ്ങൾ കാണുവാനുള്ള, ദർശനം കാണുവാനുള്ള അനുഗ്രഹം നൽകണേ ശ്രീമതി രാധാറാണി. അങ്ങനെയെങ്കിൽ അതികഠിനമായിരിക്കുന്ന ദുഃഖത്തിന്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് എന്താണ് അമ്മേ അർത്ഥമുള്ളത്? ഞങ്ങളുടെ ആ ജീവിതം മനോഹാരിതയിലേക്ക് എത്താൻ അമ്മയുടെ ഒരു വിനോദം കണ്ടാൽ മതി അമ്മേ. ഈ പാപികളായിരിക്കുന്ന അഗ്നിയിൽ ജ്വലിക്കുന്ന ഞങ്ങളുടെ ഈ ജന്മത്തിൽ നിന്ന് ഒരു മോചനം, അമ്മയുടെ ഒരു വിനോദം ഞങ്ങൾക്ക് കാണിച്ചു തരൂ അമ്മേ. സത്യത്തിൽ ഈ ഇടയായിട്ട് ഒരുപാട് പ്രതീക്ഷയുടെ ഒരു അമൃതക്കടലിൽ നിന്ന് പൊങ്ങിക്കിടക്കുകയാണ് അമ്മേ ഞങ്ങൾ. അമ്മയുടെ ആ ഒരു ബർസാനയിലേക്ക് വരാനുള്ള അനുഗ്രഹം തേടിക്കൊണ്ട് കഷ്ടതകളിലും വേദനകളിലൂടെയും കൂടിയാണ് അമ്മയെ ഞങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ അമ്മയുടെ കരുണാസാഗരമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് അമ്മയുടെ ഒരു ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിച്ചാൽ ഞങ്ങൾക്ക് ഈ കഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും അമ്മേ. വൃന്ദാവനത്തിലെ ആ ജീവിതവും ഭഗവാൻ കൃഷ്ണനും ഇല്ല എങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അർത്ഥശൂന്യമാണ് അമ്മേ. വെറും അർത്ഥമില്ലാത്ത ജീവിതമാണമ്മേ. വ്രജമണ്ഡലവും വൃന്ദാവനവും അമ്മേ, അമ്മയുടെ ലീലകളും ഇല്ല എങ്കിൽ, അമ്മയുടെ നാമവും ഇല്ല എങ്കിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അർത്ഥശൂന്യമാണ്. ഹേ വ്രജമണ്ഡലത്തിലെ രാജ്ഞി, എൻ്റെ അമ്മ എൻ്റെ യജമാനത്തിയാണ്. ഹേ രാധേ രാധേ, ഞാൻ അമ്മയുടെ ദാസിയാണ്. എന്നിൽ തീവ്രമായിരിക്കുന്ന വേർപാടിന്റെ അഗ്നിജ്വാലകൾ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്മേ. അമ്മയുടെ വ്രജമണ്ഡലത്തിലേക്ക് വരാനും അമ്മയുടെ നാമം പറയുവാനുമുള്ള അനുഗ്രഹം നൽകിയാൽ ഈ അഗ്നി അണയുന്നതാണമ്മേ. കരച്ചിൽ മൂലം, വേദന മൂലം ഞങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മേ. മറ്റൊരു മാർഗവും ഞങ്ങൾക്ക് മുൻപിലില്ല. ഗോവർദ്ധനത്തിൽ എവിടെയോ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ ഈ വാക്കുകൾ ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, അല്ലയോ വ്രജമണ്ഡലത്തിന്റെ രാജ്ഞിയായിരിക്കുന്ന ശ്രീമതി രാധാറാണി, അമ്മയുടെ കാരുണ്യം തന്ന്
ഞങ്ങളെ ഈ ഒരു നരകത്തിൽ നിന്ന് കര കയറ്റണമേ. ശ്രീമതി രാധാറാണി അമ്മയുടെ താമര പാദങ്ങളിൽ ഞങ്ങൾക്ക് അഭയം നൽകണേ. ജയ് ശ്രീ രാധേ രാധേ. ഹേ രാധാ കുണ്ടേ, മഹത്തായ ആനന്ദത്തിന്റെ കുളമായിരിക്കുന്ന രാധാ കുണ്ട്, എൻ്റെ യജമാനത്തിയുടെ, നമ്മുടെ എല്ലാം സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിറകുടമായിരിക്കുന്ന കൃഷ്ണപ്രേമത്തിൻ്റെ നിറകുടമായിരിക്കുന്ന ശ്രീമതി രാധാ റാണി പരമേശ്വരനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനുമായി എപ്പോഴും ദിവ്യമായിരിക്കുന്ന കാമവിനോദങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ ഏത് ദിവ്യ ദമ്പതികളെക്കാളും ഉയർന്ന തലത്തിലാണ് ശ്രീമതി രാധാറാണിയും കൃഷ്ണനും. ദയവായി നമ്മളിൽ ശ്രീമതി രാധാറാണിക്ക് കരുണയുണ്ടാകണം. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആരാധനയുടെ വസ്തുവായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രേമമായിരിക്കുന്ന, ഭക്തിയായിരിക്കുന്ന ശ്രീമതി രാധാറാണിയുടെ ഒരു നിമിഷത്തെ ദർശനം നമ്മൾക്ക് എല്ലാവർക്കും അനുവദിക്കണേ എന്ന് നമ്മൾ ശ്രീമതി രാധാറാണിയോട് അപേക്ഷിക്കുകയാണ്. നമ്മൾ ആരാധിക്കുന്ന ഗോവിന്ദ, നമ്മുടെ എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായിരിക്കുന്ന ഗോലോകത്തിൽ വസിക്കുന്ന രാധയ്ക്കൊപ്പം സ്വന്തം ആത്മീയ വ്യക്തിത്വമായി സാമ്യമുള്ളതായിരിക്കുന്ന രാധാറാണിയുടെ സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണേ എന്ന് നമ്മൾ കൃഷ്ണനോട് അതികഠിനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീമതി രാധാറാണിയുടെ രാധേ 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 എന്ന നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും പ്രാർത്ഥനകൾ ശ്രീമതി രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ ഈ ദിവസം സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു അത്ഭുതകരമായിരിക്കുന്ന ഗുണങ്ങൾ എത്രമാത്രം ദേവി ആ ഒരു ദേവിയുടെ സ്നേഹത്തിലൂടെ, പ്രേമത്തിലൂടെ ദേവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കുമ്പോൾ രാധാറാണി അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, അമ്മയുടെ വികാരങ്ങളാൽ സമൃദ്ധമായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഹരി ഭഗവാൻ കൃഷ്ണൻ സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ശ്രീമതി ശചി ദേവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹ്ലാദിനീ ശക്തിയുടെ സാരാംശമാണ് ദൈവസ്നേഹം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ ഭഗവാന്റെ സ്നേഹത്തിന്റെ സാരാംശമായിരിക്കുന്ന ഭാവം, വികാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ആ ഒരു വികാസം, മഹാഭാവമാണ് ശ്രീമതി രാധാറാണി. ശ്രീ രാധാ ഠാക്കൂർജി മഹാഭാവത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. അതുപോലെ അവൾ ഏറ്റവും നല്ല കാരുണ്യത്തിൻ്റെയും ഗുണങ്ങളുടെയും കലവറയാണ്. ഈ ഭഗവാൻ കൃഷ്ണനോടുള്ള എല്ലാ പ്രിയ പത്നിമാർക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഉയർന്ന തലത്തിൽ മിന്നിത്തിളങ്ങുന്ന അമൂല്യ രത്നമാണ് ശ്രീമതി രാധാറാണി. 2 ഗോപികമാർ, ശ്രീമതി രാധാറാണിയും ചന്ദ്രാവലിയും എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠയാണ്. എങ്കിലും